എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 1926 ദിവസമാണ് ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് ഒരു ക്ലാസ് ആണ്. ഇന്ന് ക്ലാസ് എടുക്കുവാനായി നമ്മോടൊപ്പം അതിഥിയെ എത്തുന്നത് ഡോക്ടർ വേണുഗോപാൽ റെഡ്ഡിയാർ സാറാണ്. അദ്ദേഹത്തിന്റെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേണുഗോപാൽ സാറിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. സാറ് ഒട്ടനവധി ക്ലാസ്സുകൾ നമുക്ക് രസാവഹമായ സൈക്കോളജിക്കൽ ക്ലാസ്സുകൾ നമുക്ക് ഇതിനകം എടുത്തു കഴിഞ്ഞു. അദ്ദേഹം USA-യിൽ ഫിസിഷ്യൻ ആൻഡ് ബിഹേവിയറൽ സയന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്നത്തെ വിഷയവും രസാവഹമായ മറ്റൊരു വിഷയമാണ്. ഒരു സിനിമയിൽ ചോദിച്ചു പോകാം എന്ന് പറഞ്ഞാൽ ഇന്ന് ചോദിച്ച് പഠിക്കാം എന്നാണ് സാറിന്റെ ഇന്നത്തെ വിഷയം. നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് സാറിനെ ആദരപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ സെഷൻ ആരംഭിക്കാം. നന്ദി സാറേ, ക്ലാസ് തുടങ്ങാം. ഓക്കെ, വെൽക്കം ഫ്രണ്ട്സ്. ഇന്നത്തെ ടോപ്പിക് വളരെ വാസ്റ്റ് ആണ്. അത് കാരണം ഞാനിന്ന് ഒരുപാട് സ്ലൈഡ്സ് ഉണ്ടെങ്കിൽ അതിൽ കുറെ കട്ട് ചെയ്ത് കുറച്ചു. ഇദ്ദേഹം ജയചന്ദ്രൻജി എന്റെ ഈ ടോക്കിന്റെ ഇംഗ്ലീഷ് വെർഷൻ കേട്ടു. അതിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ ജയചന്ദ്രൻജി, കേട്ടോ. ഇംഗ്ലീഷിൽ പറഞ്ഞതല്ല, ഇന്ന് കുറെ പുതിയ സ്ലൈഡ് ചേർത്തിട്ടുണ്ട്, കുറെ സ്ലൈഡ് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് സാധാരണ നമ്മുടെ ഈ പാസഞ്ചർ ട്രെയിനോ ആ വേണാട് എക്സ്പ്രസ് സ്പീഡല്ല, ഞാൻ വന്ദേ ഭാരത് എക്സ്പ്രസ് സ്പീഡിലാണ് ഇന്ന് പോകാൻ പോകുന്നത് കേട്ടോ. പക്ഷെ ഓൾവേസ് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആ ചോദിച്ച് ഞാൻ പോവുകയാണ്. എന്താണെന്ന് വെച്ചാല് മനസ്സിലായോ, അത് കൂടുതൽ വിശദീകരിക്കണോ, അതിനു വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ചാറ്റ് ബോക്സിൽ ആ സമയത്ത് ഒരു ഇട്ട് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് കൂടുതലായിട്ട് പറയും. അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലായി എന്ന് പറഞ്ഞാൽ ആ സ്പീഡ് കുറയ്ക്കാതെ അതേപോലെ പോകും. ക്ലിയർ ആയല്ലോ? മനസ്സിലായല്ലോ? ഓക്കെ, റൈറ്റ്. പിന്നെ ചോദിക്കുമ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ആ ചാറ്റ് ബോക്സിൽ ഒരു ഈ ചൂണ്ട് വിരല് വെച്ച് ഒരു ആൽഫബറ്റ് മാത്രം പ്രസ് ചെയ്താൽ മതി. എനിക്ക് അറിയണം വെച്ചാൽ നിങ്ങളുടെ മനസ്സ് എനിക്ക് വായിക്കാനായിട്ടുള്ള ഒരു കഴിവില്ല. എനിക്ക് ഐ എം നോട്ട് എ മൈൻഡ് റീഡർ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലായില്ല, മനസ്സിലായെന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ്, ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു തടസ്സവും ഇല്ലാതെ സ്മൂത്ത് ആയിട്ട് പോകും. അപ്പൊ ഇത്രയും ഞാൻ ചോദിച്ചത് മനസ്സിലായല്ലോ? ഇത്രയും ഞാൻ ചോദിച്ചതും പറഞ്ഞതും ഓക്കെ, ഗുഡ്. ഓക്കെ, ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത് ആദ്യത്തെ സ്ലൈഡ് തുടങ്ങാം. ചോദിച്ച് ജീവിക്കാൻ പഠിക്കണം. എന്റെ മിഷൻ 4P മിഷൻ. ആദ്യത്തെ ഇതാണ് പ്രൊവൈഡ്. എന്താണ് പ്രൊവൈഡ്? നിങ്ങൾക്ക് നൽകുക. ഒരാൾക്ക് വന്നിട്ട് പ്രൊവൈഡ് കൊടുക്കുകയാണ് ഞാൻ, അല്ലെങ്കിൽ പങ്കുവെക്കുന്നു. എന്റെ നോളജ്, എനിക്കറിയാവുന്ന ഇൻഫർമേഷൻ അത് ഷെയർ ചെയ്യാം, ബാക്കിയുള്ളവരായിട്ട് പങ്കുവെക്കുന്നു. ആ നോളജാണ് എന്റെ അസറ്റ്. ഏത് അസറ്റ്? ഇൻടാഞ്ചിബിൾ അസറ്റ്. അത് ഞാൻ എത്ര കൊടുത്താലും എന്റെ നോളജ് കുറയത്തില്ല. നേരെ മറിച്ച് എൻ്റെ ഉള്ള കുറച്ച് കാശ് 10 ലക്ഷം രൂപ ഉണ്ട്. ഞാൻ ഡോക്ടർ ഷൈലയ്ക്ക്, ജയചന്ദ്രൻ, സനൽകുമാർ ഇവർക്ക് ഓരോരുത്തർക്കായിട്ടൊക്കെ 1 ലക്ഷം വെച്ച് കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അതാരം ഞാൻ കുത്തുവാള എടുക്കും, ഒന്നുമില്ലാതാവും. അതുകൊണ്ടാണ് നോളജ് ഷെയർ ചെയ്യാനായിട്ട് ഒരു മടിയില്ലാതെ ഇങ്ങോട്ട് ഷെയർ ചെയ്യുന്നത്. 1000 പേർക്കോ 10,000 പേർക്കോ കൊടുത്താലും എന്റെ നോളജ് കുറയത്തില്ല. ദെൻ പ്രോഗ്. നോളജ് കൊടുക്കുന്നത് എന്തിനാണ്? അത് നിങ്ങളെ ഒന്ന് തിങ്കിങ്ങിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യണം. ആഹാ, ഓ ഇങ്ങനെയാണോ, ഇത് ഞാൻ അറിഞ്ഞില്ല, ഓ അപ്പൊ ഇങ്ങനെ. അപ്പം പ്രൊവോക്ക് ചെയ്യാനാണ്, നിങ്ങളുടെ ആ മൈൻഡിനെ പ്രൊവോക്ക് ചെയ്യാനാണ് അതാണ് രണ്ടാമത്തെ P. ശരി, പ്രൊവോക്ക് ചെയ്തു, അത് മാത്രം മതിയോ? മൂന്നാമത്താണ് പെർസ്വേഡ്. നിങ്ങളൊന്ന് പ്രേരിപ്പിക്കാനാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും കൊടുത്തു, ഇങ്ങനെതായി, ഇങ്ങനെ ചെയ്യണം. അതിനെ പ്രേരിപ്പിക്കുക എന്ന് പറയാം, അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യുക. അതാണ് മൂന്നാമത്തെ P. നാലാമത്തെ P ആണ് പ്രൊമോട്ട്. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം വരുമ്പോഴും നിങ്ങളുടെ സെൽഫ് ഗ്രോത്തും സെൽഫ് ഡെവലപ്മെന്റും എല്ലാം പ്രൊമോട്ട് ചെയ്യണം.
അതിൽ കൂടെ നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും എമോഷണൽ ഹെൽത്തും എല്ലാം വർദ്ധിക്കും. ഈ 4 പോയിന്റും നന്നായിട്ട് ക്ലിയർ ആയെങ്കിൽ ഒരു ചൂണ്ടുവരൽ വെച്ച് ഒരു C8 ആ ചാറ്റ് ബോക്സിൽ ആദ്യം ശൈലജ തന്നെ ഒന്ന് തുടങ്ങിക്കേ. ഒരാൾ തുടങ്ങിയാൽ പിന്നെ ബാക്കിയുള്ള ഇട്ടോളൂ. ഓക്കെ. അല്ലെങ്കിൽ മിക്കവരും ആലോചിച്ചിരിക്കും, ഞാൻ ആദ്യം ഇടുന്നത് എങ്ങനെ, എന്ത് പറ്റി, ബാക്കി എല്ലാവരും അവിടെ ഒരു അനക്കവും കാണുന്നില്ല. ഓക്കെ ജയിച്ചി, ഈ 2 പേരേ ഉള്ളൂ സ്ഥിരം, ബാക്കി കുറെ പേരുണ്ട്. ഒന്ന് ഇട്ടേ, ഇതല്ലേ എനിക്കൊരു 5-6 പേരുടെ അറിയുമ്പോഴേ ഒരു പിടിയിട്ടത്തുള്ളൂ. ഓക്കെ ഗീതാജി, താങ്ക് യു. അപ്പൊ അങ്ങനെ അതാണ് ഈ 4P മിഷൻ. എന്റെ വെബിനാർസ് എല്ലാം തന്നെ ഫാക്ട്, സ്റ്റോറീസ്. ഈ സ്റ്റോറീസിന്റെ ഉദ്ദേശിച്ചാൽ നമ്മൾ തന്നെ പല കാര്യങ്ങളും ഓർത്തിരിക്കുന്ന എന്താണ്, എല്ലാവർക്കും മറ്റേ ആമയും മുയലിന്റെയും ആ മത്സരം ഓർമ്മയുണ്ടോ ഇല്ലയോ? അല്ലേ? എപ്പോഴാണ് അത് അറിഞ്ഞത്? കൊച്ചു കുട്ടിക്കാലത്ത്. ശൈലയൊക്കെ ഐസ്ക്രീം മറ്റേ ഐസ് സ്റ്റിക്ക് വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരുന്ന ആ സമയത്താണ് ആ കഥ കേട്ടിട്ടുള്ളത്. ഇപ്പൊ ഒരു 50 കൊല്ലം കഴിഞ്ഞിട്ടും മറന്നിട്ടില്ല. അപ്പൊ അതിൽ കൂടെ ഒരു ലെസൺ ഉണ്ട്. ഈ സ്റ്റോറീസ് വരുമ്പോൾ എന്നറിയാം, ഓർത്തിരിക്കാൻ എളുപ്പമാണ്, ഒരു ഇമേജ് കിട്ടുകയാണ്. അതുകൊണ്ടാണ് ഞാൻ സ്റ്റോറീസ് മിക്കതും എന്റെ പേഴ്സണൽ സ്റ്റോറീസ്. എന്തിനാണ് ഈ നമ്മുടെ ഈ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി മൈ എക്സ്പീരിയൻസ് വിത്ത് ട്രൂത്ത് എന്ന് എഴുതിയത് ഓട്ടോബയോഗ്രഫിയാണ്. പുള്ളിയുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങളാണ് പറയുന്നത്. അതുപോലെ ഞാൻ ഈ പറയുമ്പോൾ പലതും ഇത് ഞാൻ എന്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടോ അത് അറിയണ്ടേ? ഇയാൾ വന്ന് കുറെയൊക്കെ പറയുന്നുണ്ട്, ഇതൊക്കെ പ്രയാസമാണ് ഏട്ടാ, ഇതൊന്നും നടക്കുന്ന കാര്യമൊന്നുമില്ല ഏട്ടാ, ഈ ആർക്ക് വേണമെങ്കിലും പറയാം. ഒരുപാട് പേർക്ക് എല്ലാം ഉണ്ട്, ഏത് കാര്യം പറഞ്ഞാലും അത് നടക്കത്തില്ല ഏട്ടാ. അതൊക്കെ പറയാൻ എളുപ്പം. നമ്മുടെ സ്ഥിരം ഒരു മലയാളി ആറ്റിറ്റ്യൂഡാണ്, പറയാൻ എളുപ്പമാണ്. നടക്കുമോ, ഞാൻ നടത്തി കാണിച്ചോ, അതൊക്കെയാണ് പറയുന്ന സ്റ്റോറീസിൽ. ദെൻ കംസ് കൊട്ടേഷൻസ്. ഈ കൊട്ടേഷൻസിന്റെ പർപ്പസ് എന്ന് വെച്ചാല്, ഇത്ര പേർക്ക് കൊട്ടേഷൻ വായിക്കുന്ന ശീലം ഇല്ലെങ്കിൽ ഒന്ന് എന്നിട്ടെ ഞാൻ അതൊന്ന് അറിയിച്ചു. കൊട്ടേഷൻ വായിക്കുന്ന ശീലം ഇല്ല, പ്രോവർബ് ഇല്ല എന്നുണ്ടെങ്കിൽ ദയവേത് ബി ഫ്രാങ്ക്, അല്പെങ്കിലും വല്ലപ്പോഴെങ്കിലും ഒരു ചെറിയൊരു ഹരിചന്ദ്രനോ ഒരു ഹരിചന്ദ്രിയാവൂ ഒന്ന്, ഇല്ല എന്നുണ്ടെങ്കിൽ നോ ഇട്ടെ, അറിയട്ടെ. നോ. ഓക്കെ, താങ്ക് യു ശൈലജി. ബി ഓണസ്റ്റ് ആയിരിക്കണം. ഓക്കെ, നദീശ്വര ദിവസ്. ഇനി വേറെ ബാക്കി കോഴിക്കുഞ്ഞുങ്ങൾ ഇനിയും 25 കോഴിക്കുഞ്ഞുങ്ങളുണ്ട് ഇവിടെ. ആ ഒരു കോഴിക്കുഞ്ഞ് ഒന്നും മിണ്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ് അറിയേണ്ടത്? അവർ വായിക്കുമെന്നോ വായിക്കത്തില്ലെന്നോ ഞാൻ ഇവിടെ കവടി നിരത്തി വെച്ചാണ് നോക്കേണ്ടത്? ആരാണ് വായിക്കുന്നത് ആരാണ് വായിക്കത്തില്ല എന്നുള്ളത്? എന്തൊരു കഷ്ടമാണെന്നറിയാമോ? ഈ മലയാളിയുടെ നിന്ന് ഒരിത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നിട്ടേ, ദയവ് ചെയ്ത് അവിടെ മായാദാസൻ പപ്പുക്കുട്ടി ഒന്നിട്ടേ, രമാദേവി അമ്പാടി. ഓക്കെ, ഗുഡ്, യെസ്, വായിക്കാറുണ്ട്. എന്തുകൊണ്ട് ഇത് ഞാൻ പറയാൻ കാരണം, ഇത് ഞാൻ എന്റെ ജീവിതത്തിലെ, എന്റെ സ്വന്തം ജീവിതത്തിലെ വിജയത്തിന് ഈ കൊട്ടേഷൻസും പ്രോവർബ്സും 70% കോൺട്രിബ്യൂട്ട് ഉള്ളത്. 1-2 അല്ല, 70%. നമ്മൾ സ്കൂളിൽ പോകുന്നു, കോളേജിൽ പഠിക്കുന്നു, അവിടെ നിന്ന് പഠിക്കുന്നത് മിക്കതും യൂസ്ലെസ്. ശൈലാജി, നിങ്ങളവിടെ സ്കൂളിൽ പോയപ്പോ ബാബർ വന്നോ അക്ബർ വന്നോ എല്ലാം അറിഞ്ഞല്ലോ, പഠിച്ചല്ലോ. ഇപ്പൊ ഓർമ്മയുണ്ടോ? ഇപ്പൊ ഓർമ്മയിലുണ്ടോ ബാബർ എപ്പോഴും വന്നു, അക്ബർ എപ്പോഴും വന്നു, എത്ര കാലം ജീവിച്ചിരുന്നു, എങ്ങനെ വന്നു? ഇല്ല. യൂസ്ലെസ് ഇൻഫർമേഷൻ പരീക്ഷയ്ക്ക് വേണ്ടി കാണാതെ പഠിച്ചു. വള്ളത്തോളുടെ കവിത പരീക്ഷയ്ക്ക് വേണ്ടി കാണാതെ പഠിച്ചു. ഉള്ളൂരിന്റെ ഞാൻ ചെയ്താണ്, അനുഭവിച്ചാണ്. അന്ന് സ്കൂളിൽ പഠിച്ചതിൽ ആ കൂടി ഓർമ്മയുള്ളത് 2 2 4, 2 2 കൊണ്ട് കുടിച്ചാൽ 4, 8 മുതൽ അതേ എനിക്ക് ഓർമ്മയുള്ളൂ മാത്സ്. അതല്ലാതെ ഉള്ള ബാക്കിയെല്ലാം കുറച്ച് ഇംഗ്ലീഷ് ഗ്രാമർ, പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, അത്രയും. അതല്ല വേറെ ഒന്നും ഓർമ്മയില്ല. ഞാൻ പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ എസ് ഇട്ടെ. ഞാൻ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ ഒരു എസ് വൈ ഇട്ടെ, നോക്കട്ടെ. ഓക്കെ രമാദേവി, താങ്ക് യു. ബാക്കിയുള്ളവരെല്ലാം സ്കൂളിൽ നിന്നൊക്കെ ഒരുപാട് കിട്ടി എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറിയാമ്മ ജോൺ, താങ്ക് യു. യെസ്. അതുകൊണ്ട് നമ്മുടെ ഔപചാരികമായ വിദ്യാഭ്യാസം, ഡോക്ടർ ലാലു, വെർച്വലി യൂസ്ലെസ്. നമ്മൾ എത്ര കൊല്ലം വേസ്റ്റ് ആക്കി.
10 കൊല്ലം SSLC വരെ, അത് കഴിഞ്ഞ് +2 അല്ലെങ്കിൽ പ്രീ ഡിഗ്രി, അത് കഴിഞ്ഞ് BSc എല്ലാം കഴിഞ്ഞിട്ട് ഒരു ബാങ്കിൽ ഒരു ക്ലർക്കായിട്ട് ജോലി ചെയ്യും, MSc എല്ലാം എടുത്തിട്ട്. എന്നിട്ട് ആ പഠിച്ച അത്രയും ഒരു ഗുണമില്ല. മനോഹരൻ ജി ശരിയാണോ? നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പ്രൊവോക്ക് ചെയ്തു. ആ താടയിൽ കൈയും വെച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വേറെ കൊട്ടേഷൻസ് ആൻഡ് പ്രോവർസിലാണ് ജീവിതത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഉള്ളത്, ലൈഫിന്റെ സക്സസിന്. അതെല്ലാം ഈ കോമൺ സെൻസ് ആൻഡ് വിസ്ഡം, ഇതെല്ലാം ഒരു 2-3 സെന്റൻസിൽ കിട്ടുന്നതാണ് കൊട്ടേഷനും പ്രോവർബും. അത് ഞാൻ കുറച്ച് വൈകിട്ടാണ് തുടങ്ങിയത്. എൻ്റെ 28ാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് ഞാനായിട്ട് ഇങ്ങനെ ഈ കൊട്ടേഷനും പ്രോവർബും പതുക്കെ ഒന്ന് വായിക്കാനായിട്ട് തുടങ്ങി. ആ വായിക്കുമ്പോഴെന്താണ്, അത് പ്രോക്കിയാണ്. എടാ ഇതെങ്ങനെ, ഇതങ്ങനെ, എക്സൈറ്റ്മെന്റ് ആയി. അന്ന് മുതൽ ഞാൻ കംപ്ലീറ്റ്ലി അഡിക്റ്റഡ് ആണ്. ഞാനിപ്പോ ഒരു ടോക്കിന് ഞാൻ വെച്ചാല് ഒരു കുറഞ്ഞത് ഒരു 200 മുതൽ 300 കൊട്ടേഷൻസ് ഞാൻ വായിക്കാറുണ്ട്. ഓരോ ടോക്കിനും 10, 30, 40 പ്രോവർബ്. അതിൽ നിന്നും അവസാനം ഒരു 10 എണ്ണമാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ എത്ര 1,00,000-ലേറെ എന്റെ 28ാമത്തെ വയസ്സ് മുതൽ ഇതുവരെ വായിച്ചിട്ടുണ്ട്, ഒരുപാട് ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളുടെ പിള്ളേർക്ക്, നിങ്ങളുടെ ചെറുമക്കൾക്ക് അവർ നന്നായിട്ട് സ്മാർട്ടായിട്ട് വരണമെന്നുണ്ടെങ്കിൽ കൊട്ടേഷൻ പ്രോവർബ് വായിക്കുന്ന ശീലം ഇരിക്കണം. ഇത് മനസ്സിലായെങ്കിൽ ഒരു U ഇട്ടെ, അണ്ടർസ്റ്റാൻഡ് ആൽഫബറ്റ് ഒരു U ഇട്ടെ. ഓക്കെ, താങ്ക് യു ലാലുജി, ഗീതാജി. ഓക്കെ, ഗുഡ്. ഞാനിത് കുറെ സമയം എടുത്ത് ഇത് പറയുന്നതിന് കാരണം വളരെ സിമ്പിളാണ്. MA, MSc, PhD ഒരു പുല്ലിനും കൊള്ളത്തില്ല. മിക്കവർക്കും ഒരു ഗുണവും ചെയ്തില്ല. ഓക്കെ, ഇത് എന്റെ അച്ചീവ്മെന്റ്. ഞാനിങ്ങനെ ഒരു കഴിഞ്ഞ 5 കൊല്ലമായിട്ട് യൂട്യൂബിൽ എന്റെ വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്യാറുണ്ട്. അങ്ങനെ വന്നപ്പോൾ യൂട്യൂബിൽ നിന്ന് എനിക്ക് വന്ന ഒരു ഇൻഫർമേഷൻ ആണ്. ന്യൂ അച്ചീവ്മെന്റ് എന്ന്. People are getting hooked on your channel. Congrats on reaching 4,000 hours of watch time. Keep giving them what they want. അതെനിക്ക് കുറെ സന്തോഷം കിട്ടി. കരിച്ചല് അപ്പം കുറെ പേര് കാണുന്നുണ്ട് അപ്ലോഡ് ചെയ്തതിനു ശേഷം. അതിനെ അവര് മോണിറ്റർ ചെയ്യാണ്. ഒരാളിരുന്ന് നോട്ട് ചെയ്യുന്നതല്ല. ഇത്ര അവേഴ്സ് വരുമ്പോൾ, ടൈം വരുമ്പോഴും അവരയക്കുന്ന, അവര് പേഴ്സണൽ ആയിട്ടല്ല അറിയിക്കുന്നത്. നാളെ നമ്മുടെ സനൽകുമാർ ഇതേപോലെ ചെയ്യുന്നു, പുള്ളിക്കാരൻ 4,000 വന്ന് ഞാൻ അയച്ചു കൊടുക്കും, ന്യൂ അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞു. ആര് ചെയ്താലും. പക്ഷേ അത് കിട്ടുമ്പോൾ എനിക്കൊരു ഫീഡ്ബാക്ക് ആണ്. ഇവിടെ നിങ്ങളുടെ ഞാൻ ചോദിക്കില്ല U ഇടാനായിട്ടും N ഇടാനായിട്ടും ഒക്കെ. അതുപോലെ എനിക്ക് അവർ പറയാണ്, ഏയ് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ 4,000 മണിക്കൂർ, ദാറ്റ് ഇസ് എ ബിഗ് അച്ചീവ്മെന്റ്. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. Numerous books on asking, ചോദിക്കുന്നതിനെ കുറിച്ച്. The art of asking, change your questions, change your life. Always ask questions. Ask in the definition എന്താണ്? To ask is to pose a question, a request. ഒന്നിലൊരു ചോദ്യമായിട്ട് ചോദിക്കുന്നു, അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് ആയിട്ട് ചോദിക്കുന്നു ഫോർ സംതിങ്. എന്താണ്? ഇൻഫർമേഷൻ, ഹെൽപ്പ് ഓർ അഡ്വൈസ്. എല്ലാവർക്കും അറിയാവുന്നവരാണ്. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എസട്ടെ. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. അത് കേട്ടു. അതിന്റെ അർത്ഥം ശരിക്കും മിക്കവർക്കും മനസ്സിലായിട്ടില്ല. ഗീതാജി, സോയ ഈപ്പൻ, നിങ്ങൾക്കിപ്പം, അതായത് സനൽകുമാറിന് വിശക്കുന്നുണ്ടെങ്കിൽ സനൽകുമാർ ഭാര്യ എടുത്ത് പറയും, എനിക്ക് ഒരു ചായ ഇത് കൊണ്ടുപോവാ, കഴിക്കാനായിട്ട് വല്ലതും ദാഹിക്കുന്നത്, എനിക്ക് ഒരു കാപ്പി കൊണ്ടുപോവാ. അല്ലെങ്കിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹോട്ടലിൽ കയറി അവിടെ ചെന്ന് 2 ഇഡ്ഡലി നമ്മൾ ചോദിച്ചു വാങ്ങിക്കുകയാണ്. ജനിച്ച കുഞ്ഞ് അതിന് വിശക്കുമ്പോൾ സംസാരിക്കാൻ അറിയാമോ? എനിക്ക് പാല് വേണമെന്ന് ചോദിക്കാൻ അറിയാമോ? ഇല്ല. ആ കരയുന്നത് വന്നിട്ട് ഈ ചോദിക്കുന്നതിന്റെ ഇക്വലന്റ് ആണ്. പിടികിട്ടിയോ? ദി ബേബി ഈസ് ക്രൈയിങ്, ഇറ്റ് ഈസ് എ വേ ഓഫ് ആസ്കിംഗ് ഫോർ മിൽക്ക്.
അത് കുഞ്ഞ് ചോദിക്കുന്നു. പക്ഷെ അതേ അവര് തന്നെ വലുതാകുമ്പോൾ ഈ ചോദിക്കുന്ന ശീലം എല്ലാം പോയി. എന്ത് വേണം ചോദിക്കുന്നില്ല. ഭാര്യ ഭർത്താവിനത്ത് ചോദിക്കത്തില്ല. എന്റെ മനസ്സ് വായിച്ച്, എന്റെ മനസ്സ് അറിഞ്ഞ് പ്രവർത്തിക്കണം കേട്ടാ. ഭർത്താവ്, എന്റെ ഭാര്യ എന്റെ മനസ്സിനെ അനുസരിച്ച് പ്രവർത്തിക്കണം. രണ്ടുപേരും ചോദിക്കുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ശരിയല്ലേ? ശരിയാണെങ്കിൽ ശരി എന്നിട്ട് എസ് എന്നിട്ട്. ഇതാണ് അവിടെ നടക്കുന്നത്. ഇവിടെ ചോദിക്കണം, ചോദിച്ച് ചോദിച്ച് ജീവിക്കണം. ശൈലാജി മിക്കവരും ചെയ്യുന്നില്ല. എന്നിട്ട് പരാതി പറയും, എന്റെ ഒരു ഇഷ്ടവും അങ്ങനെ സാധിച്ചു തരത്തില്ല, ഒരു ഇഷ്ടവും അവള് സാധിച്ചു തരത്തില്ല. എങ്ങനെ സാധിച്ചു തരും? നിങ്ങൾ ചോദിച്ചോ? നിങ്ങൾ ചോദിച്ചോ? ചോദിച്ചില്ലല്ലോ, ചോദിച്ചില്ലല്ലോ. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. ഒരു ഭിക്ഷക്കാരനാണെങ്കിലും ചോദിച്ചാലേ അവന് ഭിക്ഷ കിട്ടത്തുള്ളൂ അല്ലേ? അമ്മച്ചി അല്ലേ? യാചിക്കണ്ടേ? അവൻ ചോദിക്കാതെ അവൻ ചുമ്മാ ഒരു മൂലയിൽ നിന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും കാശ് ഇട്ട് വരുമോ? ആരെങ്കിലും ഇടോ? ജയചന്ദ്രൻജി ഒരാൾ പോലും കാശ് ഇടത്തില്ല. ഒന്ന്. സോ ദാറ്റ് ഈസ് വാട്ട് ഈവൻ എ ബെഗർ. ആ ട്രെയിനിൽ പോകുമ്പോൾ അറിയാമല്ലോ എത്ര പേരാണ് വരുന്നത് ഇങ്ങനെ ചോദിച്ചോണ്ട്, പൈസയും ചോദിച്ചോണ്ട്. അങ്ങനെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ആ ഭിക്ഷക്കാരന് ജീവിക്കണമെങ്കിൽ ചോദിച്ച് ചോദിച്ച് പൈസ വാങ്ങിച്ച് വാങ്ങിച്ച് ജീവിക്കാൻ പറ്റത്തുള്ളൂ. താങ്ക് യു. The man who asks a question is a fool for a minute. The man who does not ask is a fool for lifetime. Clear ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയെങ്കിൽ സി എന്നിട്ട് ചോദിച്ചാൽ അവരെന്ത് വിചാരിക്കും? ഞാൻ മണ്ടനാണ്, പൊട്ടനാണ്, പൊട്ടിയാണെന്ന് വിചാരിക്കത്തില്ലേ? എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് മനസ്സിലായില്ല, ചോദിക്കുന്നില്ല. ബാക്കിയുള്ളവരെന്ത് വിചാരിക്കും? നെറ്റ് റിസൾട്ട് യു വിൽ സ്റ്റേ ഇഗ്നറന്റ്. നമ്മുടെ ആ ഇഗ്നറൻസ് മാറ്റി കിട്ടത്തില്ല. ഇത് തന്നെയായിരുന്നു ഞാനും അനുഭവിച്ചത്. ഞാനിത് പറയുമ്പോൾ ഇത്രയും വോയിസുമെല്ലാം റേസ് ചെയ്ത് പറയാൻ കാരണം, ഞാനും ഒരു സ്കൂൾ ഡേയ്സിൽ ചോദിക്കത്തില്ല, പ്രീ ഡിഗ്രി ഡേയ്സിലില്ല, MBA ഡേയ്സിലും ചോദിക്കത്തില്ല. മനസ്സിലായില്ലെങ്കിൽ ചോദിക്കത്തില്ല. ആ ടീച്ചറെ ചോദിക്കത്തില്ല. ചോദിക്കുന്ന ആരത്ത്? എന്റെ ഫ്രണ്ടിനോട് ചോദിക്കും, അങ്ങനെ എന്താണ് പറഞ്ഞത് കേട്ടാ, അതെന്താണ്? അവന് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറയും എനിക്ക് മനസ്സിലായില്ല കേട്ടാ. അപ്പൊ രണ്ടുപേർക്കും മനസ്സിലായില്ല. പക്ഷെ രണ്ടുപേരും ടീച്ചറത് ചോദിച്ചില്ല. ഫലത്തിൽ ക്ലാസ് എല്ലാം കഴിഞ്ഞു, യാർ ഇഗ്നറന്റ്. 1 മണിക്കൂർ വേസ്റ്റ് ആയി, ഒന്നും മനസ്സിലായില്ല. ഇതിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയും കൂടെ പറയാം. ഞാൻ ട്യൂട്ടറായിട്ട് ജോയിൻ ചെയ്തിട്ട് മെഡിക്കൽ കോളേജിൽ 1982 ഇത്രല്ലേ, 43 കൊല്ലത്തിന് മുമ്പാണ്. ഒരു സായിപ്പ് വരുന്നു അവിടെ ടോക്ക് കൊടുക്കാനായിട്ട്. അന്ന് പവർ പോയിന്റ് ഒന്നുമില്ല, സ്ലൈഡ് പ്രൊജക്ടറാണ്. സായിപ്പ് വന്നപ്പോ ഹാളെല്ലാം ഫുൾ. അങ്ങനെ ഇമ്മ്യൂണിറ്റിയെ കുറിച്ചാണ്. അപ്പൊ അന്ന് ഇമ്മ്യൂണോളജി, ഇമ്മ്യൂണിറ്റി ഒക്കെ വളരെ പുതിയ പുതിയ സബ്ജക്റ്റാണ്. മിക്കവരും കേട്ടിട്ട് പോലില്ല. ഇന്നിപ്പോ എല്ലാവരും ഇമ്മ്യൂണോളജി എല്ലാം പറയുന്നു. അപ്പോൾ അങ്ങനെ സ്ലൈഡിൽ കാണിക്കുന്നു 2 കോളത്തിലായിട്ട്, ഒന്ന് ന്യൂഡ് റാറ്റ്, മറ്റേത് റാറ്റ്. ന്യൂഡ്, NUD, ന്യൂഡ് എന്ന് പറഞ്ഞാൽ നേക്കഡ്. ന്യൂഡ് റാറ്റ്, വെറും റാറ്റ്. ഇങ്ങനെ ഓരോന്ന് എഴുതിക്കൊണ്ടിരിക്കുന്നു. എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എന്താണ് ന്യൂഡ് റാറ്റ്? എല്ലാ റാറ്റും ന്യൂഡല്ലേ? ഷർട്ടും ഡ്രസ്സും പാൻറ്റും എല്ലായിട്ട് നടക്കണോ ശൈലജി? എന്റെ അറിവിൽ എല്ലാ എലിയും ഒന്നും ഇല്ലാതെ ന്യൂഡായിട്ട് ഓടി നടക്കുകയാണ്. ഇയാള് ന്യൂഡും ഇത് ഇട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ എന്റെ അടുത്ത് ഇടതുവശത്തിരുന്നത് ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ. ഞാൻ പുള്ളിയുടെ ചെവിയിൽ പതി ചോദിച്ചു, സാറേ എന്താണ് സാറേ ന്യൂഡ് റാറ്റ്? മനസ്സിലായിട്ടില്ല. വലതുവശത്തിരിക്കുന്ന അസോസിയേറ്റ് പ്രൊഫസർ, എന്നെ കാണും ഒരു 10-15 വയസ്സ് പ്രായം കൂടുതൽ. പുള്ളിയുടെ ഞാൻ ചോദിച്ചു, സാറേ ന്യൂഡ് റാറ്റ് എന്താണ്? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. വായിക്കകത്ത് പഴമിട്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ടെണ്ണം വായിക്കകത്ത് പഴമിട്ടുണ്ട്. മനസ്സിലായിട്ടില്ലേ? ചോദിക്കുന്നില്ല. ഞാൻ പതുക്കെ കൈപൊക്കി. ഉടനെ സായിപ്പെടുന്നു, യെസ്. ഞാൻ പറഞ്ഞു, could you please explain what do you mean by that nude rat? Oh, I assume that you know that one. Sorry, nude rat is immunologically compromised rat. Immunologically compromised rat ആണ്. ഇപ്പൊ നമ്മളിവിടെ ക്യാൻസറിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ, കീമോതെറാപ്പി എടുക്കുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണോളജി കുറഞ്ഞിരിക്കും. അറിയാലോ, ഇമ്മ്യൂണിറ്റി. സ്റ്റീറോയിഡ് ഗുളിക കഴിക്കുമ്പോഴും ഇമ്മ്യൂണിറ്റി കുറവാണ്. അപ്പൊ അങ്ങനെയുള്ള റാറ്റാണ്. അപ്പൊ അവിടെ എന്താണ്? ചോദിച്ചു. അല്ലെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ അതിന് ശേഷം 10-15 സ്ലൈഡ് എല്ലാം ന്യൂഡും. അസോസിയേറ്റഡ് പ്രൊഫസർ
അസിസ്റ്റന്റ് പ്രൊഫസറും ഒന്നും മണക്കാതെ ഇറങ്ങിപ്പോവും. ഇഗ്നറൻസ് മാറത്തില്ല. അവിടെയാണ് ആ കൺഫ്യൂഷൻസ് പറഞ്ഞത്. നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാല് അപ്പോഴും സം പീപ്പിൾ മേ തിങ്ക് ഇയാൾക്ക് ഇത് അറിഞ്ഞൂടെ. പക്ഷേ യു വിൽ നെവർ റിമെയിൻ എ ഫുൾ ഫോർ എവർ. എങ്ങനെയുണ്ട് ആ കൊട്ടേഷൻ? ഉഗ്രനാണെങ്കിൽ W8 വണ്ടർഫുൾ. ആ കൊട്ടേഷൻ W8. അതാണ് ഞാൻ പറഞ്ഞത്. ഈ കൊട്ടേഷനിൽ കൂടെയാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് പവർ കിട്ടുന്നത്. ഓക്കെ, താങ്ക് യു ഗീതാജി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ തുടങ്ങിയതാണ് ഇതൊക്കെ ഞാൻ ഇതേപോലെ കൊട്ടേഷൻ അന്ന് വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് ശരിയാണല്ലോ. ലെറ്റ് മീ ആസ്ക്. ഇഫ് ഐ ഡോണ്ട് ആസ്ക് ഐ വിൽ റിമെയിൻ ഇഗ്നോറന്റ്. ഞാൻ മണ്ടനായിട്ട് തന്നെ ഇരിക്കും. മണ്ടത്തരം മാറത്തില്ല. സോഫാർ എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഇത്രയും നേരം ഒരു നമ്മള് ഇന്റർവ്യൂ പോലും ആയിട്ടില്ല. കൊള്ളാവോ? കൊള്ളാവുന്നുണ്ടെങ്കിൽ ഗുഡ് എന്നിട്ട് ജി. എനിക്ക് അറിയണമല്ലോ ഈ ടോപ്പിക് വന്നിട്ട് നിങ്ങൾ ഇതിനു മുമ്പ് ആരും പറഞ്ഞ് കേട്ട് കാണത്തില്ല. ഗീതാജി, ഇങ്ങനൊരു ടോപ്പിക്ക് ആരും പ്രസന്റ് ചെയ്ത് കേട്ട് കാണത്തില്ല. അതിന് ജയിച്ചെന്നും ഡു എഗ്രി. ഞാൻ കഴിഞ്ഞോടെ പറഞ്ഞത് അതല്ല, ഇംഗ്ലീഷ് സെഷൻ പറഞ്ഞല്ല ഇന്നത്തത്. കണ്ടില്ലേ? എല്ലാം മാറിയില്ലേ? എല്ലാം മാറി. അങ്ങനെ സ്ലൈഡ്സും എക്സാമ്പിൾസും സ്റ്റോറീസും എല്ലാം മാറുകയാണ്. താങ്ക് യു. At the end of the day, the questions we ask to ourselves, ആരത്താണ്? മറ്റുള്ളവരത്തല്ല ചോദിക്കുന്നത്, നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ എന്തായിത്തീരുന്നുള്ളതൊക്കെ. മിക്കവരും റിയലൈസ് ചെയ്യുന്നില്ല. നമ്മളോട് തന്നെ ഒരു ദിവസം കുറഞ്ഞത് ഒരു 50-100 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അറിയാം, നമ്മളിത് ചോദിക്കും, എന്ത് കഴിക്കണം? ആരത്താണ് ചോദിക്കുന്നത്? ഉള്ളിൽ ഒരാളത്ത് നമ്മുടെ ഉള്ളിൽ ചോദിക്കും, എന്ത് കഴിക്കണം? ഇതല്ലേ കഴിക്കാം അല്ലേ? അതേ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയിരിക്കുമ്പോഴത്തെ അത് എന്ത് വേണം സാറേ? നമ്മളതിനെ ഉള്ളി ചോദിക്കണം, എന്ത് വേണം? ഉള്ളി പറയും, ഉപ്മാ ചോദിക്കും അല്ലേ? ശരിയാണോ ശൈലജി? നമ്മൾ ഉള്ളിൽ തന്നെ ചോദിക്കുകയാണ് എന്ത് വേണമെന്നുള്ളൊക്കെ. ദിവസവും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അത് വേണോ, ഇത് വേണോ, എന്ത് ചെയ്യണം? അതിനെല്ലാം ഉള്ളിൽ നിന്ന് ഒരാൾ ഉത്തരം സംസാരിക്കുന്നുണ്ട്. ആ ആൾക്ക് കാര്യമായിട്ട് എംപവർ ചെയ്യില്ലെങ്കിൽ ആൾക്ക് ഉത്തരം പറയാൻ അറിഞ്ഞൂടാ. നിങ്ങൾ ചോദിച്ച ആ ആൾക്ക് അറിഞ്ഞൂടാ എന്ത് ചെയ്യണം അറിഞ്ഞൂടാ. അതുകൊണ്ടാണ് നമ്മൾ സെൽഫായിട്ട് എംപവർ ചെയ്യണം എന്ന് പറഞ്ഞത്. ഈ എംപവർമെന്റ് എനിക്കില്ലായിരുന്നു. ഞാൻ ഒരു മടിയില്ലാതെ ഇങ്ങനെ സത്യം ഉറച്ചു വിളിച്ചു പറയണം. ഞാൻ when I learned ഇതെല്ലാം ഇവിടെ കൊട്ടേഷൻസും പ്രോവർസും ആണ് ഞാൻ പറഞ്ഞത്. ദാറ്റ് വൺ എംപവേർഡ് മീ. ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കുക? അയാൾ വിചാരിക്കുന്ന അയാളുടെ കാര്യം. അയാൾ വിചാരിച്ച എനിക്കെന്ത്? അയാൾ ഇങ്ങനെ വിചാരിച്ച അങ്ങനെ വിചാരിച്ച എനിക്കെന്ത്? ഒരു കാര്യമില്ല. ഞാൻ എന്റെ കാര്യം നോക്കിയാൽ പോരെ. So I ask. There are no foolish questions, and no man becomes fool until he has stopped asking questions. അതാണ് നടക്കുന്നത് നമ്മുടെ അവിടെ. ഒരു കൊച്ചു കുഞ്ഞുങ്ങളുള്ള ശൈലജയ്ക്ക് ചെറുമക്കളോ വല്ലതും ഉണ്ടോ? ആയോ? ഉണ്ട്. എത്ര വയസ്സ്? 6 വയസ്സ്. 6 വയസ്സ്. ആ ഒരു 2 വയസ്സ് പോലെ എത്ര ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അല്ലേ? അതെന്ത്, ഇതെന്ത് അല്ലേ? റോഡിൽ ഇറങ്ങി കഴിഞ്ഞാലും എല്ലാത്തിനും ചില ക്യൂരിയോസിറ്റി ആണ്. എല്ലാവരും ദൈവം തന്നിട്ടുള്ള, ദൈവം എല്ലാവരും ഇഗ്നറന്റ് ആക്കി വിട്ടു. ദൈവം ക്യൂരിയോസിറ്റിയും തന്നു അറിയാനായിട്ടുള്ളത്. അത് കുഞ്ഞ് ചോദിക്കും. അപ്പോഴാണ് ചില പാരൻസ് ചുമ്മാതെ ശല്യപ്പെടുത്താതെ എല്ലാം ചോദിച്ചുകൊണ്ടിരിക്കും. സ്കൂളിൽ ചെന്ന് ചോദിക്കുമ്പോഴോ നമ്മുടെ ടീച്ചേഴ്സ് മോർ ദാൻ 80% അവര് നോക്കൂലി വാങ്ങിക്കാൻ വരുന്നവരാണ്. അധ്യാപകർ നോക്കൂലി. അവർക്ക് പഠിപ്പിക്കാൻ യാതൊരു താല്പര്യമില്ലാതെ ഇരിക്കുകയാണ്. അവർക്ക് എന്നെ സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ട് വിവരമില്ല. ഏതെങ്കിലും കുട്ടി സംശയിച്ചാൽ സംശയം ചോദിക്കുന്ന കുട്ടിയെ ഒന്ന് കൊച്ചാക്കാനായിട്ട് എന്തെങ്കിലും തിരിച്ചു ചോദ്യം ചോദിക്കും. അതോടുകൂടി കുട്ടി അത് കാരണം സ്കൂളിൽ പോയി കുറച്ചാൾ കഴിയുമ്പോൾ തന്നെ ഈ ക്യൂരിയോസിറ്റി എന്നുള്ളതിനെ ഇവര് നല്ല ചൂടുവെള്ളം, ക്യൂരിയോസിറ്റീസിലേക്ക് ഒരു സീഡാണ്. അത് മുളയ്ക്കണമെന്നുണ്ടെങ്കിൽ നേരെ വെള്ളമൊക്കെ ഒഴിച്ച് വളമൊക്കെ ഇട്ടാലാണ് അത് വളർന്നായിട്ട് വരും. ആ വിത്തിനെ നല്ല തിളയ്ക്കുന്ന വെള്ളം ഒഴിച്ച് ഇതാക്കി കഴിഞ്ഞാൽ എന്താവും? തീർന്നു. ക്യൂരിയോസിറ്റിയെ കൊല്ലുന്ന പാപികളാണ് നല്ലൊരു ശതമാനം ടീച്ചേഴ്സ്. ശരിയാണെന്നുണ്ടെങ്കിൽ ശരിയെന്ന് പറഞ്ഞേ, എസ് എന്ന് പറഞ്ഞേ. അതുകൊണ്ടാണ് പിള്ളേർക്ക് തന്നെ ക്യൂരിയോസിറ്റി പോയി. നിങ്ങൾ അഡൾട്ടായി. ഒരു കാര്യം അറിയാനുള്ള താല്പര്യമില്ല. താങ്ക് യു ഡോക്ടർ ശൈലജാജി.
അങ്ങനെയാണ് എന്റെ ക്യൂരിയോസിറ്റി എല്ലാം കൊന്നതാണ്. പിന്നെ അനലൈസ് ചെയ്തപ്പോൾ സ്കൂൾ ഡേയ്സിൽ എന്തെങ്കിലും സംശയം ചോദിച്ചാൽ അവർക്ക് അറിഞ്ഞൂടാ, അവർക്ക് അവരുടെ ഇഗ്നറൻസ് എക്സ്പോസ് ചെയ്യാണ്. സാറിന് ദേഷ്യമാണ് വരുന്നത്, അവർക്ക് അറിഞ്ഞൂടാന്ന് പറയാനായിട്ടുള്ള ഒരു ക്ഷീണമാണ്. ഞാൻ സാറല്ലേ, ഞാൻ എല്ലാം അറിയാവുന്ന ഒരു വിദഗ്ധനല്ലേ, ഞാൻ ഈ പയ്യൻ ചോദിച്ചത് എനിക്ക് അറിഞ്ഞുകൂടെന്ന് പറഞ്ഞ എന്താവും? am I right? if I am right, put R in the chat box. അവരുടെ ഈഗോ, ഇഗ്നറൻസ് ആൻഡ് ഈഗോ രണ്ടും കൂടെ ചേർന്നാണ് നമ്മുടെ ഔപചാരിക, താങ്ക് യു മറിയാമ്മജി, ഫോർമൽ എഡ്യൂക്കേഷൻ കിൽസ് ദി ക്യൂരിയോസിറ്റി. പിന്നെന്ത് ചെയ്യും? പരീക്ഷ പാസ്സാകണം. പരീക്ഷ പാസ്സാകുന്ന പറഞ്ഞാൽ ഇന്റലിജൻസ് ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഒരു എക്സാമിനേഷൻ ഇന്റലിജൻസ് ടെസ്റ്റ് ചെയ്യുന്നില്ല, നമ്മുടെ മെമ്മറി പവറിനാണ് ടെസ്റ്റ് ചെയ്യുന്നത്. പഠിപ്പിച്ചത് അതേപോലെ കാണാതെ പഠിച്ചത് ഓർത്ത് പറയാൻ പറ്റുമോ? ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? നേരത്തെ ഓർത്ത് വെച്ച് പറയും, ശരിയാണ്, മറ്റേ ഗുൽസാർലാൽ നന്ദ. മൂന്നാമത്തെ ആരായിരുന്നു? ലാൽ ബഹദൂർ ശാസ്ത്രി. മറ്റേ നൈൽ, മറ്റേ ഇതിന് എത്രയാണ് വീതി, നീളം എത്ര, നയാഗ്ര എത്ര, ഇതെല്ലാം കാണാതെ പഠിച്ചതിന് അത് മെമ്മറി മാത്രമേ ടെസ്റ്റ് ചെയ്യുന്നുള്ളൂ, ഇന്റലിജൻസ് അല്ല. അത് ഓർമ്മിച്ചാൽ പരീക്ഷ എഴുതും, പാസ്സാകും. അങ്ങനെ പാസ്സായതുകൊണ്ടാണ് ശൈലജയ്ക്ക് ഇപ്പോഴും ആ സ്കൂളിൽ പഠിച്ച ഒരു കാര്യം ഓർമ്മയില്ല. ബാബർ എന്ത് വന്നു, എന്തിനു വന്നു, എപ്പോഴും വന്നു, ബാബറിന് എത്ര ഭാര്യ ഉണ്ടായിരുന്നു, എത്ര പിള്ളേരുണ്ടായിരുന്നു, ഒന്നും അറിഞ്ഞൂടാ, പോയി. അന്ന് തന്നെ ആ സാറിന് ചോദിച്ചു നോക്കിയപ്പോൾ ആ ക്ലാസ് സോഷ്യൽ സ്റ്റഡീസ് ഉള്ള ആ സാറിൻ്റെ അടുത്ത്, സാറേ ഈ ബാബറിന് എത്ര പിള്ളേരുണ്ടായിരുന്നു? അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്, അങ്ങനെയല്ലേ പറയത്തുള്ളൂ മനോഹരൻ ജി, അല്ലേ? അങ്ങനെ ചോദിച്ചു നോക്കിയപ്പോൾ താജ്മഹൽ കെട്ടി ആ സാറിന് ചോദിച്ചു നോക്കിയേ, മുംതാസ് എങ്ങനെ മരിച്ചു അറിയാമോ? ഇവിടെ ആർക്കെങ്കിലും അറിയാമോ മുംതാസ് എങ്ങനെ മരിച്ചു എന്നുള്ളത്? അറിഞ്ഞുകൂടെങ്കിൽ നോന്നിട്ടെ. മുംതാസ് മരിച്ചതിന് മുംതാസിന്റെ അപ്പുറത്തുള്ള അത്രയ്ക്കുള്ള സ്നേഹവും എല്ലാം കൊണ്ടാണ് അങ്ങേർക്ക് ഒരു സ്മാരകം മുംതാസിന്റെ ഓർമ്മയ്ക്ക്. മിക്കവർക്കും അറിഞ്ഞുകൂടാ. ഓക്കെ, എനിക്കും അറിഞ്ഞുകൂടായിരുന്നു. ഇത് സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചില്ല. ഞാൻ എന്റെ ക്യൂരിയോസിറ്റി പിന്നെ വീണ്ടും ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഐ വാസ് ക്യൂരിയസ്. നോക്കിയെന്താണ്, മുംതാസിന്റെ 14ാമത്തെ പ്രസവത്തിലാണ് മരിക്കുന്നത്, 1ഉം 2ഉം അല്ല, 14ാമത്തെ പ്രസവത്തിലാണ് മുംതാസ് മരിക്കുന്നത്. നിങ്ങൾ ആ സാറിനത്തിൽ ചോദിച്ചു നോക്കിക്കേ, അപ്പോഴറിയും വിവരം, അപ്പോഴറിയും. മനോരഞ്ജിയെ പിടിച്ച് നേരെ ആ മറ്റേ ഡെസ്കിന്റെ മുകളിൽ ബെഞ്ചിന്റെ മുകളിൽ നിർത്തിക്കും, കേട്ടാ, അധിക പ്രസംഗി കയറി നിൽക്കണം അവിടെ. പിന്നെ ആയുസിൽ പിന്നെ വാ തുറക്കത്തില്ല, ചോദിക്കത്തില്ല സംശയം. ഇഗ്നറൻസ് അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ലൈഫ് ഇസ് ആസ് സിമ്പിൾ ആസ് ദീസ് 3 questions. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കൊട്ടേഷൻ. ഇത് ഞാൻ ഒരു 3 ദിവസം മുമ്പാണ് ഈ കൊട്ടേഷൻ ഞാൻ കണ്ടത്. വാട്ട് ഡു ഐ വാണ്ട്? നമ്മളോട് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. നേരത്തെ പറഞ്ഞ് ചോദിക്കുന്ന ആരത്താണ്? നമ്മൾ തന്നെ ചോദിക്കണം. വാട്ട് ഡു ഐ വാണ്ട്? വൈ ഡു യു വാണ്ട് ഇറ്റ്? ഇത് ആൻഡ് ഹൗ വിൽ ഐ അച്ചീവ് ഇറ്റ്? ഒരു BMW കാർ വേണം. ഓക്കെ, വൈ ഡു ഐ വാണ്ട് BMW? അടുത്ത ചോദ്യം. യാത്ര പോകണം, ഇവിടെ നിന്ന് അവിടെ പോകണം, ആഫീസിൽ പോകണം, അല്ലെങ്കിൽ വല്ല പോകണം. എന്തിന് BMW? എന്തിന്? അല്ല, അത് ഒരു ഗമയ്ക്ക് എല്ലാവരും ഒരു BMW ഇരുന്നാല് ഒരിതിന്. ശരി, ഹൗ വിൽ അച്ചീവ് ഇറ്റ്? അതെങ്ങനെ കിട്ടും? അത് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം. കയ്യിൽ അത്രയും കാശില്ല, 10-40 ലക്ഷത്തിന്. പക്ഷേ EMI പിന്നെ ഒന്നും ചോദിക്കത്തില്ല. ഇത് എങ്ങനെ അടയ്ക്കുന്നു ചോദിക്കത്തില്ല. നമ്മൾ അവിടെ നിർത്തി. ബാങ്കിന് ലോൺ എടുക്കാം, ബാങ്കിന് ചെന്ന് ലോൺ കൊടുക്കും, കാറും വാങ്ങിക്കും. മാസം തോറും അടയ്ക്കാൻ പറ്റാതെ വരുമ്പോൾ വെള്ളം കുടിക്കും. ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പയ്യന്മാരെന്താണ്, കിട്ടി ജോലി 1.5 ലക്ഷം രൂപ IT, ഉടനെ അവന് ഈ BMW വേണം, അവന് iPhone വേണം, എന്നിട്ട് മാസം തോറും അടയ്ക്കണം അതിന് കുറെ ആയിരങ്ങൾ. എന്നാ ജോലി ആമസോൺ 10,000 പേര് പിരിച്ചു വിട്ടു, അല്ലെ ഗൂഗിൾ 5,000 പേര്, ഇവന്റെ ജോലി പോയി. പിന്നെ എന്ത് ചെയ്യും ശൈലജി? തീർന്നോ? ശരിക്കുള്ള ചോദ്യം ചോദിച്ചില്ല. ചോദിക്കേണ്ട എന്താണ്? എന്തിന് BMW വേണം? അപ്പോഴും ശരിക്കുള്ള ഉത്തരം ഉള്ളിൽ ഒരാൾ താമസം ഉണ്ടെങ്കിൽ പറയും, എന്തിന്? 40 ലക്ഷം രൂപ ആകത്തില്ലേ ഒരു മാരുതി കാർ, അല്ലെങ്കിൽ വേറെ വാങ്ങിച്ചാൽ പോയി 5-6 ലക്ഷം. ആ അഡ്വൈസ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ പോകും. എങ്ങനെ അടയ്ക്കും? ഒരു ജോലി പോയാൽ എന്താവും? ഇൻഫർമേഷൻ പെട്ടെന്ന്
അവിടെയാണ് വെൻ യു ആസ്ക് ക്വസ്റ്റ്യൻസ് ടു യുവർ സെൽഫ്, റൈറ്റ് ക്വസ്റ്റ്യൻസ്. ഇത് ക്ലിയർ ആയോ, നന്നായോ, നന്നായിട്ടുണ്ടോ, ഇതാണ് പഠിക്കേണ്ടത്. ഒരു വീട് കെട്ടണം, താമസിക്കാൻ ഒരു വീട് വേണം. എന്തിനാ 3000 സ്ക്വയർ ഫുട്ടേജ് ഉള്ള വീട്? ഒരു 1.5 കോടി 2 കോടി വച്ചല്ലേ അവിടെ ദൂത്തടിക്കുന്ന ഒരു ഫ്ലാറ്റ് വാങ്ങിക്കുന്നതല്ല 1.5 കോടിക്ക്. എന്തിനാണ് 1.5 കോടിയുടെ ഒരു ഫ്ലാറ്റ്? ഒരു കാശുണ്ടോ, പൂത്ത കാശുണ്ടോ? നിങ്ങളൊരു അംബാനിയാണോ? കുഴപ്പമില്ല. അംബാനി 27 നിലയുള്ള കെട്ടിടമാണ് വീട്. അംബാനിയുടെ, മുകേഷ് അംബാനിയുടെ വീട് 27 നില കെട്ടിടമാണ്. അംബാനി ഒന്നും അല്ലല്ലോ. മലയാളത്തിൽ പറയുന്നുണ്ട്, ഒരു സെയിങ് ഉണ്ട്, ആന പിണ്ട ഇടുന്നത് കണ്ടിട്ട് അതുപോലെ പിണ്ട ഉണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആടിന്റെ ഇത് കീറിപ്പോവും. അറിയാമല്ലോ, മനോരഞ്ജി കേട്ടിട്ടുണ്ടോ? ആന പിണ്ട ഇട്ടത് കണ്ടോണ്ട് ആടിനും അതുപോലെ പിണ്ട ഉണ്ടെന്ന് ആഗ്രഹം വെച്ച് കഴിഞ്ഞാൽ അണ്ടം കീറിപ്പോവും. അതാണ് നടക്കുന്നത് ഒരുപാട് പേരുടെ. ക്ലിയർ? സോ യു മസ്റ്റ് ആസ്ക് ദി റൈറ്റ് ക്വസ്റ്റ്യൻസ് ടു യുവർ സെൽഫ്. Questions have the power to inspire, illuminate, stimulate, create or destroy. നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെയാണ്. ഇന്ന് തന്നെ ഞാനിപ്പോഴും ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കൊണ്ട് നിങ്ങളെ പ്രൊവോക്ക് ചെയ്യുന്നു, റൈറ്റ്? കുറെ മോട്ടിവേറ്റ് ചെയ്യുന്നു, ഇൻസ്പയർ ചെയ്യുന്നു. അതാണ് എന്റെ ടോക്കിൽ കൂടെ ഉള്ളത്. ഞാൻ അക്കോംപ്ലിഷ് ചെയ്യുന്ന വെച്ചാൽ ചുമ്മാതെ എനിക്കറിയാവുന്ന അവിടെ വിളമ്പിയിട്ട് പോയിട്ട് കാര്യമില്ല. നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കും, ചേഞ്ച് വരുത്തിക്കും. ഇതാ ഇവിടെ ഇരിക്കുന്ന സനൽകുമാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞേ, സനൽകുമാറിന്റെ ലൈഫിൽ എന്തൊക്കെയാണ് ഇത് കിട്ടിയിട്ടുള്ളത്? എന്റെ ഇതിൽ കുറെ ഇതൊക്കെ പുള്ളി അപ്ലൈ ചെയ്തു, അതിന്റെ ബെനിഫിറ്റ് പുള്ളി തന്നെ പറയും. ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ സനൽകുമാർ ജി, എന്നിട്ട് പറഞ്ഞേ. സനൽകുമാർ ജി അൺമ്യൂട്ടഡ് അല്ല. അല്ല, ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്തേ. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. അല്ല, ഒന്നാമത് എന്റെ ബിസിനസ്, ഞാൻ ബിസിനസ് ചെയ്യുന്ന ആളാണ്. സ്ട്രാറ്റജീസ് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. എസ്പെഷ്യലി കസ്റ്റമേഴ്സിനുള്ള റിലേഷൻഷിപ്പ്, പേയ്മെന്റ് പാറ്റേൺ, അതെല്ലാം ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഒരുപാട് അക്കാഡമിക് മോർ സ്റ്റുഡിയോസ് ആയി ഇതിനു ശേഷം. പുതിയ ടോപ്പിക്സ് അപ്ലൈ ചെയ്തപ്പോൾ അതിന്റെ ഫലം കിട്ടിയോ ഇല്ലയോ? 100% അപ്ലൈ ചെയ്തപ്പോൾ അപ്ലൈഡ് നോളജ് ഇസ് പവർ എന്നുള്ള ആ ഒരു തീം വന്നതിന്. അങ്ങനെ ഇതേപോലെ വേറെ കുറെ പേരുണ്ട്. ഇന്നിപ്പോ വന്നിട്ടുള്ള സനൽകുമാർ ആയതാണ് പറയുന്നത്. വേറെ കുറെ പേര് എനിക്ക് വാട്സാപ്പിൽ കൂടെ ചെയ്യും, സാർ പറഞ്ഞത് അതിനെ 100% ഞാൻ അതിനെപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ഹെൽപ്പിംഗ് മീ. അതാണ് ഞാൻ ചെയ്യുന്നത്. 4 പേർക്ക് എന്തെങ്കിലും ഗുണം കിട്ടുന്ന കാര്യം ഞാൻ പറയാറുള്ളൂ കേട്ടോ. ഗുണമില്ലാത്ത കാര്യം പറഞ്ഞ് എന്റെ സമയത്തിനും കളയാൻ തയ്യാറല്ല, ബാക്കിയുള്ള സമയം കളയാൻ തയ്യാറല്ല. To get answers of life, ask questions. Simple. Try to make sure what you ask for is necessary and appropriate. ഇത് എന്റെ കൊട്ടേഷൻ. നമ്മൾ ചോദിക്കുന്നത് നെസസറി ആയിരിക്കണം. ഞാനിപ്പം ഇവരടുത്ത് ഒരു ചോദ്യം ചോദിക്കുന്നു വെച്ചോളൂ, ഷൈല അവരെ പരിചയപ്പെട്ടു. അടുത്ത് ചോദിക്കുന്നത് നെസസറി ടു നോ സംതിങ് മോർ അബൌട്ട് ഹെയർ. അപ്പോൾ എവിടെയാണ് താമസിക്കുന്നത്? തൃശ്ശൂരാണ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അത് നെസസറി ഇൻഫർമേഷൻ. ഒരു സോഷ്യൽ ഇത് നെസസറിയാണ്. അതല്ലാതെ ഒരു മാസം എത്ര രൂപ ഉണ്ടാക്കുന്നുണ്ട്, ഇസ് ഇറ്റ് എ നെസസറി ക്വസ്റ്റ്യൻ? നെസസറി ആണോ? അല്ല, നെസസറി അല്ല, അൺനെസസറി. ദാറ്റ് ഷുഡ് ബി അപ്രോപ്രിയേറ്റ്. നമ്മുടെ നാട്ടിൽ മിക്കവരും അൺനെസസറി ആയിട്ട് അങ്ങോട്ട് കുഴിഞ്ഞ് ഓരോരുത്തരുടെ ഉള്ളിൽ കയറുന്ന ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ശരിയല്ലേ? അല്ലേ? ചോദിക്കേണ്ടത് ചോദിക്കുന്നില്ല, ആവശ്യമില്ലാത്ത എല്ലാം ചോദിക്കും. അതെ, ദാറ്റ് ഇസ് വാട്ട് ഇറ്റ് ഈസ്. എന്ത് ചോദിക്കണം മാത്രമില്ല, അത് എന്തിനാണ്. സോക്രട്ടിക് മെത്തേഡ് ഓഫ് ടീച്ചിങ്. സോക്രട്ടീസിന്റെ മെത്തേഡ് വന്നിട്ട് തോട്ട് പ്രൊവോക്കിംഗ് ക്വസ്റ്റ്യൻസ് ചെറുപ്പക്കാരത് ചോദിക്കും. എന്നിട്ട് സോക്രട്ടീസ് ഉത്തരം പറഞ്ഞു കൊടുക്കത്തില്ല. ഒരു ചോദ്യം ചോദിച്ചിട്ട് ആലോചിച്ചിട്ട് നാളെ ഒന്ന് മറുപടി പറയാൻ പറയും. അപ്പൊ അവർ മറുപടി പറയുന്ന മണ്ടത്തരാണെന്ന് വെച്ചാൽ അപ്പോഴും മണ്ടത്തരൊന്നും പറയത്തില്ല. അതിന്റെ മുകളിൽ അതിനെ ക്ലാരിഫൈ ആയിട്ട് അത് അങ്ങനെയാണോ, അങ്ങനെ വിചാരിക്കാൻ കാര്യം എന്ത്? ഇപ്പോഴതിനെ ഒന്നും വേണ്ട. സിമ്പിൾ എക്സാമ്പിൾ ആണ്, റിയൽ എക്സാമ്പിൾ. ഇതിപ്പോ കഴിഞ്ഞപ്പോ ഇന്നലെ മുതൽ നോക്കിയുണ്ടെ ദിലീപ് എന്ന് പറഞ്ഞാണ് എത്ര ചാനലിലാണെന്ന് അറിയാം. ദിലീപിന്റെ ഓരോരുത്തരുടെയും മറ്റേ അഡ്വക്കേറ്റ് ജയശങ്കർ കിടപ്പുണ്ട്, ശ്രീജിത്ത് പണിക്കറുണ്ട്, അത് കഴിഞ്ഞ് മറുനാടൻ മലയാളി, മറുനാട് അല്ലാത്ത മലയാളി, കൊലയാളി, എല്ലാവരുടെ ചാനലിലും ഇതിനെക്കുറിച്ചാണ്. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ എന്താ പറയാ, ഇവരെല്ലാവരും പറയുന്നത് റൈറ്റ് ഇത് ആരും തന്നെ സ്വന്തം പോലും ചോദിക്കുന്നില്ല.
ഓരോരുത്തർ അഭിപ്രായം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അങ്ങനെയാണ്. അത് കാശ് കൊടുത്ത് ഒതുക്കിയതാണ് കേട്ടോ. അയാൾക്ക് വലിയ കാശൊക്കെ ഉണ്ടല്ലോ, ഒരുപാട്. ശരി, ഓക്കെ. ഇങ്ങനെ എല്ലാത്തിനും നിൽക്കുന്നു. അതിന് പിന്നിൽ മോട്ടീവ് കണ്ടുപിടിക്കണ്ടേ? ഒരു TP ചന്ദ്രശേഖരനെ കൊന്നിട്ട് ഇപ്പൊ 14 കൊല്ലായി, 52 വെട്ട് പബ്ലിക്കായിട്ട് എല്ലാവരുടെ മുമ്പിലും കൊന്നു. ഇതിനായിട്ട് പിടിച്ചോ? ഇല്ലെങ്കിൽ എന്നട്ടെ? പിടിച്ചോ? ഇല്ലെങ്കിൽ ഒരു എന്നട്ടെ? TP ചന്ദ്രശേഖർ 52 വെട്ട് പബ്ലിക്കായിട്ട് കണ്ടുപിടിച്ചോ? ഇല്ല. അതിലൊന്നും ഒരു ഇതില്ല. ഒരു നടനും നടിയും ഒരു സെക്സ് ഒന്നറിഞ്ഞാൽ മതി. ഒരു രാഹുലും മാങ്കൂട്ടത്തിലും അത് മതി. അതിനെ വെച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. പെണ്ണ് കേസും ഇതുണ്ടെങ്കിൽ ഇതിലാണ് കൂടുതൽ അറിയാനായിട്ടുള്ള താല്പര്യം. അതിന്റെ റൂട്ട് കണ്ടുപിടിക്കാൻ ആർക്കും ഒരു ഇതുമില്ല. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ശരിയാണെങ്കിൽ എസ്സട്ടെ. ഞാൻ ഈ ചാനൽ ചർച്ചയെല്ലാം കടന്നതെന്നറിയാം. എന്റെ പാർട്ട് ഓഫ് ഐ എം എ ബിഹേവിയറൽ സയന്റിസ്റ്റ്. നാളെ എന്റെ ടോക്കിന് കുറെ മെറ്റീരിയൽ കിട്ടും. അതുകൊണ്ടാണ് ഞാനിതെല്ലാം എന്റെ നോളജ് ബേസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. താങ്ക് യു ശൈലജാജി. അതിനു വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് കാണുന്നത് എന്തൊക്കെയാണ് ഓരോ സൈഡിൽ നിന്നൊക്കെ. എല്ലാം പണ്ഡിതന്മാരാണ്, പ്രബുദ്ധന്മാരാണ്. ഐ കീപ് 6 ഓണസ്റ്റ് സർവിംഗ് മാൻ. ഇദ്ദേഹം റഡ്യാർഡ് കിപ്ലിംഗ് എന്ന് പറയുന്ന ഇദ്ദേഹം ആണ് ജംഗിൾ ബുക്ക് എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയതും അത് സിനിമയായിട്ടൊക്കെ വന്നതാണ്. ചിലർ കണ്ടു കാണും. അദ്ദേഹം ഇന്ത്യയിലാണ് ജനിച്ചത്. അതായത് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളതാണ് മനുഷ്യൻ. 6 ഓണസ്റ്റ് സർവിംഗ് മെൻ. ആരൊക്കെയാണ്? their names are what, why, when, how, where and who. ഇത്രയും ചോദിക്കണം. മിക്കവരും ചോദിക്കാറില്ല. കേട്ട പാതി, കേൾക്കാത്ത പാതി, അത് മതി. ഒരു പേഷ്യന്റ് ഹിസ്റ്ററി എടുക്കുന്നത് നമ്മൾ മെഡിക്കൽ പ്രൊഫഷനാണ്, ഡോക്ടേഴ്സാണ്. ചോദിക്കണ്ടേ? ഉറക്കമില്ല. എന്താണ് ഒരു കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ടൊക്കെ പറയാൻ കിടന്ന ഉറക്കം ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞാൽ ഉറക്കം വരത്തുള്ളൂ. ഈ ഗുളിക കഴിക്കും. ഇതാണ് ഞാൻ കാണുന്നത്. നല്ലൊരു ശതമാനം ഒരു ഉറക്ക ഗുളിക കൊടുക്കും. Am I right? If I am right, R. Put R in the chat box. അവിടെ ചോദിക്കേണ്ടത് എന്തൊക്കെയാണ്? Why is he not getting a sleep? വൈ ചോദിക്കുന്നില്ല. ഉടനെ സിംറ്റത്തിന് മരുന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞു. പിന്നെ അത് കഴിക്കുമ്പോൾ എന്താണ്? സെഡേഷൻ വരും. അടുത്ത ദിവസം എല്ലാം കൂടുതൽ ഇങ്ങനെ ഡ്രൗസി ആയിട്ടിരിക്കും. ഒരു ടയർഡാവും. ആദ്യം ഉറക്കം വരാതിരുന്നു. ഇപ്പൊ ഗുളിക കാരണം സൈഡ് എഫക്റ്റ് ആയിട്ട് ടയർഡാകാണ്. ചോദിക്കേണ്ടതാണ് എത്ര മണിക്കാണ് നിങ്ങൾ സാധാരണ കിടക്കാൻ പോകുന്നത്? അപ്പോഴേ പറയുന്നു ഒരു 10 മണിയെന്ന് വെച്ചോളൂ. അപ്പൊ ഈ അടുത്ത കാലത്ത് എന്തെങ്കിലും വ്യത്യാസം വരുത്തിയിട്ടുണ്ടോ നിങ്ങളുടെ ഭക്ഷണ രീതി? അതൊക്കെ അപ്പോഴായിരിക്കും പറയുന്നത് ഞാനൊരു കാപ്പി കുടിക്കും. ശരി. അല്ലെങ്കിൽ വേറെ ഞാൻ കൊക്കക്കോല കുടിക്കും, പറയണം. അല്ലെങ്കിൽ പെപ്സി കുടിക്കും. ശരി. അത് നല്ല സ്ട്രോങ് ആയിട്ടാണ്. കുറച്ച് സ്ട്രോങ്, കടുപ്പത്തിൽ തന്നെ. എത്ര മണിക്ക് കുടിക്കും? ഒരു 9:30 മണിക്ക് കുടിക്കും. കാസ് പിടി കിട്ടിയോ? Caffeine is not letting you get good sleep. ആ ചോദ്യം ചോദിച്ച ആ ഉത്തരവെല്ലാം മനസ്സിലായെങ്കിലേ കാപ്പി കുടിക്കരുത് കേട്ടോ. ഒരു വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷം കാപ്പി കുടിക്കരുത്. കിടക്കാൻ പോകുന്നതിന് മുമ്പ് കാപ്പിയോ കൊക്കക്കോലയോ അതിലെല്ലാം കഫീൻ ഉണ്ട്. അതെ. എന്നിട്ട് ഭക്ഷണം പറ്റുന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ മുമ്പേ നിർത്തണം. ലൈറ്റ് ആയിട്ടിരിക്കണം. ചില ഉറക്കത്തിൽ വന്നു വെച്ചാൽ ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ ബ്ലഡ് എല്ലാം നേരെ ഇൻഡസ്റ്റൈനിൽ പോയി അവിടെ കിടന്ന് പണി ചെയ്യാണ്. സ്റ്റൊമക്ക് ഡൈജഷന്. ഗീവ് റെസ്റ്റ് ടു ദി. ഇത്രയും പറഞ്ഞ് ഞാൻ മരുന്നിന്റെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? മനോഹരം ചെയ്യും. ഇല്ലല്ലോ. അതാണ് ആ 6 ഓണസ്റ്റ് മാൻ. ഇവിടെ ഞാൻ കാണുന്നതാണ്. ഞാൻ ഇവിടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആദ്യം ഇതന്നെ പോകും, ഹിസ്റ്ററിയിൽ എടുക്കും. എന്തൊക്കെയാണ് കഴിക്കുന്നത്, എപ്പോഴാണ്. ഡു യു സ്മോക്ക്? ഉണ്ട്. എപ്പോഴാണ് അവസാനത്ത് കുടിക്കുന്നത്? ഒരു 9:45 ഞാൻ ഒരു സിഗരറ്റ് വലിക്കും. നിക്കോട്ടിൻ. ഉറക്കം വരത്തില്ല. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിന് അഡ്ജസ്റ്റ് ചെയ്യാറില്ല. അവിടെയാണ് ആ റഡ്യാർഡ് കിപ്ലിംഗിന്റെ ഇത് വരുന്നത്. നമുക്ക് അധികം സമയമില്ലാത്തതാണ് ഞാൻ ഇനി ഉള്ള കുറെ സ്പീഡിൽ പോകാൻ പാടും. സ്പീഡ് കൂട്ടാണ്. വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ സ്പീഡ് കൂട്ടുകയാണ്.
The art and science of asking questions is the source of all knowledge. ഇനിയാണ് നമ്മുടെ ബൈബിളിൽ തന്നെ എന്ത് പറഞ്ഞിരിക്കുന്നത്? എത്ര 2000 കൊല്ലത്തിന് മുൻപ്. Ask and it will be given to you. Seek and you will find. Knock and the door will be opened to you. അതല്ലേ crying baby gets the milk. അതാണ് ആസ്ക്. ബൈബിളിൽ തന്നെ പറയുകയാണെങ്കിൽ ചോദിക്കൂ. ചോദിച്ച് ജീവിക്കാൻ പഠിക്കണം. ശൈലജയെ ആ സിനിമ കണ്ടതല്ലേ മോഹൻലാൽ പറയുന്നത്? അയാൾ കഥ എഴുതുകയാണ് ആ കാറിനകത്തിരുന്നോണ്ട്. ചോദിച്ച് പോവാ. കേട്ടാ, വഴി അറിഞ്ഞുണ്ടെങ്കിൽ ചോദിച്ചു പോകണം. ഊഹിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ യു വിൽ വേസ്റ്റ് എ ലോട്ട് ഓഫ് ടൈം. ഇന്നിപ്പോ അത്രയും വരുന്നില്ല. ഇന്നിപ്പോ GPS ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. കുറെയൊക്കെ മറ്റേ ചോദിക്കത്തില്ല. എത്ര പേര് എനിക്കറിയാം ചോദിക്കത്തില്ല. ചോദിച്ചാൽ എന്താണ് കുഴപ്പം? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അവിടെ നാട്ടിലാണെങ്കിൽ വഴിയിൽ തന്നെ പോകുന്ന ഒരുപാട് വാനോക്കികളുണ്ട്. അതല്ലാതെ അപ്പുറത്തുള്ള മൃഗങ്ങളുടെ ഉണ്ട്. എവിടെ വേണമെങ്കിലും ചോദിക്കാം. അമേരിക്കയിൽ വലിയ പ്രയാസമാണ്. അമേരിക്കയിൽ ചോദിച്ച് പോകാൻ വലിയ പ്രയാസമായിരുന്നു. ഞാനിവിടെ വന്നപ്പോൾ അന്ന് GPS ഒന്നും ഇല്ല. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? പെട്രോൾ പമ്പുകളുണ്ട്, മൃഗങ്ങളുടെ ഇല്ല. ആ പോകുന്നതിൽ ഒരു പെട്രോൾ പമ്പ്, അതിനകത്ത് കയറിയിട്ട് അവിടെ ഒരു കടയും കാണും. അവർ ചോദിക്കേ, ഐ വാണ്ട് ടു റീച്ച് ദാറ്റ് വൈൻ ദാറ്റ് ഇറ്റ്സ് ഓൺ സ്ട്രീറ്റ്, വേർ ഇസ് ഇറ്റ്? ഓ ഓക്കെ, ഗോ സ്ട്രൈറ്റ്, ദെൻ ടേൺ റൈറ്റ്, ദെൻ ഇറ്റ് വിൽ ബി. അങ്ങനെ ചോദിച്ചാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. വേറെ കുറെ പേര് ചോദിക്കാതെ അവിടെ ഇവിടെ എല്ലാം കറങ്ങി അവസാനം എത്തും. ഒരു 5 മിനിറ്റ് കൊണ്ട് എത്താനുള്ള സ്ഥലത്ത് ഒരു 15 മിനിറ്റ് എടുക്കും. So that is what it is. I apply what I learn. Ask. ബൈബിളും പറഞ്ഞിട്ടുണ്ട്. മറിയാമ്മജി, കർത്താവ് പറഞ്ഞതിനെ ഓർക്കുന്നുണ്ടോ? മറിയാമ്മജി ഓർക്കണം കേട്ടോ. ഇവിടെ കുറെ പേരുണ്ട്, നിങ്ങൾ ബൈബിളൊക്കെ വായിച്ചിട്ട് മറന്നുപോയിട്ട് കാര്യമില്ല. അതൊക്കെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യണം. മറിയാമ്മ ജോൺ, മറിയാമ്മ ജോർജ് കേട്ടോ. അപ്പം ബാക്കിയുള്ളത് എല്ലാവരും ഒന്ന് ഓർത്തോളൂ. എങ്ങനെയുണ്ട്? ഇൻട്രസ്റ്റിംഗ് ആണോ? ഇൻട്രസ്റ്റിംഗ് ആണെന്ന് ഒരു അയ്യട്ടെ. സോഫാർ ഇത്ര നേരം വന്നത്. ഓക്കെ, ഒരു അയ്യട്ടെ, കേക്കട്ടെ, കാണട്ടെ. ഞാൻ എന്റേതായിട്ടുള്ള ശൈലിയിലും മറിയാമ്മ ജോൺജി ഇതിലാണ് പോകുന്നത്. ഈ ടോക്ക് പ്രിപ്പയർ ചെയ്താൽ ഞാൻ തന്നെ ആലോചിക്കണം. ഞാൻ തന്നെ എന്നോട് ചോദിക്കും, എന്ത് പറഞ്ഞാൽ ഇത് കേൾക്കും, ഇതിന് എവിടെയാണ് കണ്ടെത്തേണ്ടത്? ഞാൻ ചോദിക്കാണ് എൻ്റെ അടുത്ത്. അപ്പോഴാണ് പറയും, ഓക്കെ ഇത് പെട്ടെന്ന് ഉള്ളിൽ ഒരു ആൻസർ, ബൈബിൾ ആണോ? ബൈബിൾ എങ്ങനെയാണ് ഇരിക്കുക? ശരി, ഗൂഗിൾ സെർച്ച് ചെയ്ത് പറയണം. ഗൂഗിൾ സെർച്ച് ചെയ്യുന്നു, അങ്ങനെയാണ് വരുന്നത്. സോ ദാറ്റ് ഈസ് ഹൗ ഐ ഗെറ്റ് ഇൻഫർമേഷൻ വിച്ച് ഐ ഷെയർ വിത്ത് യു. ഹൗ ടു ആസ്ക് ഫോർ ഹാപ്പി, ഇത് എന്റെ അക്രോണിമാണ്. ഹെൽപ്പ്, advice, permission and information. ഇവിടെ ഒരു സഹായം ചോദിക്കാൻ ഒരുപാട് പേർക്ക് മടിയാണ്. എന്തുകൊണ്ട് മടി? ചോദിച്ചിട്ടാള് പറ്റത്തില്ല എന്ന് പറഞ്ഞെങ്കിലോ ക്ഷീണമല്ലേ? ചോദിച്ചിട്ട് അത് ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല, ക്ഷീണമല്ലേ? എന്തോന്ന് ക്ഷീണം? അയാൾ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അടുത്ത ആൾ ചോദിക്കണം. ഇവിടെയാണ് നിങ്ങൾ രാഷ്ട്രീയക്കാരെ കണ്ടുപിടിക്കേണ്ടത്. ഒരു വോട്ട് തരുമോ? അല്ലെ, ചോദിക്കുന്നില്ലേ? എല്ലാവരുടെ വീട്ടിൽ വരുന്നില്ലേ? കോൺഗ്രസ്സുകാരെ കമ്മ്യൂണിസ്റ്റുകാരുടെ വീട്ടിൽ കയറും, BJP കാരന് മറ്റേ മുസ്ലിംകാരുടെ വീട്ടിൽ കയറുമോ ഇല്ലയോ? യെസ് ഓർ നോ? അവരടുത്ത് പഠിക്കണം. ആസ്ക്. അപ്പൊ ഒന്നുമില്ലേ, നമ്മുടെ അടുത്തൊന്ന് വോട്ട് ചോദിച്ചു കേട്ടാ. അപ്പൊ അയാള് നമ്മളെ ഇതായിട്ട് മാറ്റി വെച്ചില്ല. ഒരു വോട്ട് കൊടുത്തേക്കാം. കിട്ടിയ ഒരു വോട്ട് ശൈലജ. ഞാൻ വിചാരിച്ചു ഇയാളെ RSS കാരനായത് കാരണം മറ്റേ RSS അവര് നമ്മൾക്ക് വരത്തില്ല എന്ന്. ഞാൻ വീട്ടിൽ നിന്ന് വോട്ടൊക്കെ ചോദിച്ചു കേട്ടാ. ഒരു വോട്ട് കൊടുത്തേക്കാം. കിട്ടി. ആസ്ക്. അഡ്വൈസ് ചോദിക്കണം. ഞാൻ അഡ്വൈസ് ചോദിച്ചിട്ടാണ് ഇങ്ങനെ എല്ലാം വരുന്നത്. എത്ര പേർക്ക് അഡ്വൈസ് ചോദിച്ചെന്ന് അറിയാം. അല്ലെങ്കിൽ ഇൻഫർമേഷൻ. ഇപ്പം ഞാൻ വെച്ചിരിക്കുന്ന ഈ ഗ്ലാസ് കൊള്ളാമോ ചേച്ചി? കൊള്ളാമെന്നുണ്ടെങ്കിൽ കൊള്ളാന്ന് പറഞ്ഞേ കേട്ടെ. ഒരു കേട്ടെ. കൊള്ളാമോ തൽക്കുമാറി? കൊള്ളാമോ? കൊള്ളാം. ഇതെങ്ങനെ? ഞാൻ ഇങ്ങനെ ഒരു ഇത് വാങ്ങിക്കണം, ഒരു ടിൻഡഡ് ഗ്ലാസ് വേണം. അപ്പോൾ ഞാനിവിടെ റെഗുലർ ആയിട്ടുള്ള ഒരു കടയിലും ഇല്ല, ടിൻഡഡ് ഗ്ലാസ് ഒന്നും ഇല്ല. അപ്പോഴങ്ങനെ ഇരിക്കുമ്പോൾ അടുത്ത കാലത്ത് ഞാനിങ്ങനെ ഒരു വാൾമാർട്ടിൽ പോയപ്പോൾ അവിടെ ഒരാളിങ്ങനെ ടിൻഡഡ് ഗ്ലാസ് ഇട്ട് നടക്കുന്നു. ഞാൻ ഇങ്ങനെ നിർത്തി, hey, could you please tell me your glasses look nice, where did you get that from? ചോദിച്ചു. I got it from Amazon. ഇതിനായിട്ട് ആരും പറഞ്ഞിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല ആമസോണിൽ നിന്ന് ടിൻഡഡ് ഗ്ലാസ് കിട്ടുമെന്ന്. ഞാൻ ഓർഡർ ചെയ്ത്, വലിയ വിലയില്ല.
റീഡിംഗ് ക്ലാസ്സുണ്ട്. അതാണ് എനിക്ക് വായിക്കുകയും ചെയ്യാം. മറ്റേ വന്നിട്ട് വെറും റീഡിംഗ് ക്ലാസ് മാത്രമേ കാണത്തുള്ളൂ, പ്ലെയിൻ ആയിരിക്കും, അല്ലെങ്കിൽ സൺ ക്ലാസ് ആയിരിക്കും, വായിക്കാൻ പറ്റത്തില്ല. എനിക്കിപ്പം വായിക്കാം. അപ്പൊ ഇവിടെ എന്താണ്? ആസ്ക്. ഇത് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലട്ടെ. ഈ എക്സാമ്പിൾ ദിസ് ഹാപ്പൻ ജസ്റ്റ് കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ നടന്ന സംഭവമാണ്. വേണമെന്നുണ്ടെങ്കിൽ ആരും ചോദിക്കണം. ആൾ നിർത്തി ചോദിച്ചാൽ എന്ത് പറയും? അയാൾ ഹാപ്പി ആവും. ചോദിക്കണം എങ്ങനെയാണ്? യുവർ ഗ്ലാസ് ലുക്ക് നൈസ്. അപ്പൊ അയാൾ ഹാപ്പി ആയി. അയാൾ കാശ് കൊടുത്ത് വാങ്ങിച്ചല്ലേ. ഒരാൾ കൊള്ളാന്ന് പറയുന്നു, അപ്പൊ തന്നെ അയാൾ ഹാപ്പി ആയി. സന്തോഷമായിട്ട് അയാൾ പറയുന്നു. കിട്ടി. വോട്ട് ചോദിക്കാൻ ഇറങ്ങിയവരാണ് രണ്ടുപേരും. റിയൽ ലൈഫ് എക്സാമ്പിൾ ആണ്. രാഹുൽ ഗാന്ധി, തേജസ്വി യാദവ് ബൈക്കിൽ കൂടെ ബീഹാറില് ഇപ്പൊ നടന്നാണ്. ഒരു മാസത്തിന് മുമ്പ് എന്താ നടന്നാണ് ഇലക്ഷൻ. അതിന് മുമ്പ് ആ തേജസ്വി അതിന് RJDക്ക് എത്ര സീറ്റ് ഉണ്ടായിരുന്നു അറിയാമോ? 75 സീറ്റ് ഉണ്ടായിരുന്നു. കോൺഗ്രസ് എത്ര ഉണ്ടായിരുന്നു? 19 സീറ്റായിരുന്നു കഴിഞ്ഞ തവണ. ഇതിലെല്ലാം യാത്രയിൽ കൂടെ പോയി ആൾക്കാരെല്ലാം തടിച്ചുകൂടി ആയിരക്കണക്കിന് പേര്. ആ നമ്മുടെ ചില പത്രങ്ങളുണ്ട് അവിടുത്തെ. രാഹുൽ ഗാന്ധി അവിടെ ഇളക്കി മറിച്ചു, ജനം ഇളക്കി മറിച്ചു എന്നാണ് റിപ്പോർട്ട് ചെയ്തത്. അവിടെ ഇത്തവണ കോൺഗ്രസ് സംഗതി BJP കട്ടപ്പുകയായി പോക്കാണ്. ഞാൻ BJPയുടെ ആളല്ല, പൊളിറ്റിക്കൽ എന്തൂസിയാസ്റ്റ് ആയിട്ട് ഒരു കാര്യങ്ങൾ ഞാൻ അവതരിപ്പിക്കുകയാണ്. ഞാൻ വായിച്ചതിനാണ് നിങ്ങളുടെ ഷെയർ ചെയ്യുന്നത്. അവസാനം റിസൾട്ട് വന്നപ്പോ എന്തായി? കോൺഗ്രസിന് 19 സീറ്റ് ഉണ്ടായിരുന്നത് 6 സീറ്റ്. 60 സീറ്റ് മത്സരിച്ചു. 61 സീറ്റ് മത്സരിച്ചു, 6 സീറ്റ്. 10% പോലും കിട്ടിയില്ല. മറ്റേ ആൾ 75 സീറ്റ് ഉണ്ടായിരുന്ന 25 അയാൾ 143 സീറ്റിൽ മത്സരിച്ചു. അയാൾ ബീഹാറിന്റെ പുത്രനാണ്, ബീഹാരിയാണ്. ഇനി അടുത്ത ആള് വന്നു. അങ്ങേര് ബീഹാരി അല്ല, ബീഹാറിന്റെ പുത്രനും അല്ല. മോഡി. അങ്ങേര് റോഡ് ഷോ നടത്തി. 101 സീറ്റിൽ മത്സരിച്ചു. 89 സീറ്റാണ് ജയിച്ചത്. 101ൽ 89, നിയർലി 90%. എങ്ങനെ സംഭവിച്ചു? നിങ്ങൾ ചോദിക്കുന്നു. രണ്ടുപേരും വോട്ടാണ് ചോദിച്ചത്. പക്ഷെ ചോദിക്കുമ്പോൾ ചോദിക്കുന്ന രീതിയെല്ലാം ഉണ്ട്. ഇങ്ങനെ ബൈക്കിലൊക്കെ യാത്ര വെച്ചാൽ ഇങ്ങനെ എന്താണ് സീരിയസ് ആയിട്ട് തോന്നുന്നു ആർക്കെങ്കിലും? നമ്മുടെ അടുത്ത നാളെ മുഖ്യമന്ത്രിയായിട്ട് ഒരാൾ ഇയാൾക്ക് ബൈക്കിലും ഗീക്കിലെല്ലാം കറങ്ങി നടക്കുന്നു. അടുത്ത മറ്റേ എന്താണ് ആ ഇമേജ് പിടിയിട്ട് ശരിയല്ലേ മനോഹരൻജി ഞാൻ പറയുന്നത്? ആ ഇമേജ് ഒരു ടീഷർട്ടും ഒരു ജീൻസും എല്ലാം ആയിട്ട് പോകുമ്പോൾ എന്തോന്നാണ് ഇമേജ് യു ആർ കോൺട്രിബ്യൂട്ടിങ്? അതിന്റെ കൂടെ എന്ത് ചെയ്യും എന്നുള്ളതെല്ലാം പറയുന്നുണ്ടോ? എല്ലാം മോഡിയെ തെറി വിളിക്കുന്ന മാത്രമല്ലാതെ എന്ത് ചെയ്യും നിങ്ങൾ വന്നാൽ? ഇല്ല, മോഡിയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ മോഡിയാണ് എന്താണ്? ഞങ്ങൾ വന്നാൽ കുറെ ചെയ്തും കാണിച്ചു. ഈ പ്രോജക്റ്റ്, ഇതിന്റെ ഇങ്ങനെ, അതിന്റെ ഇങ്ങനെ ഓരോന്നും. ജനത്തിന് എന്താണ് ഉണ്ട്? അവർക്ക് പ്ലാനും ഉണ്ട്, പ്രോജക്റ്റും ഉണ്ട്. മറ്റേതിനും മോഡി ഇങ്ങനെയാണ്, മോഡി കുഴപ്പക്കാരനാണ്, മോഡി ഇതാണ്, മോഡിയാണ് നാടിനെ നശിപ്പിച്ചത്, വോട്ട് ചോരി ഇതും പറഞ്ഞുകൊണ്ടെന്ന്. അവസാനം വോട്ട് തൂത്തുവാരി എടുത്തു ഇങ്ങോട്ട് കേട്ടോ. വോട്ട് ചോരി ഉള്ള തൂത്തുവാരി എടുത്തു. ഞാൻ ദിവസവും ഒരു 3-4 മണിക്കൂറാണ് ഞാൻ ഓൺലൈൻ ന്യൂസ് പേപ്പറും ചില യൂട്യൂബ് വീഡിയോസ് എല്ലാം കാണുന്നത്. അതിൽ പോളിറ്റിക്സിൽ നിന്നാണ് ഒരുപാട് കാര്യം പഠിക്കാൻ പറ്റുന്നത്. നമുക്ക് ബേസിക് സൈക്കോളജി പഠിക്കാൻ ഏറ്റവും പറ്റിയത് കറന്റ് പൊളിറ്റിക്കൽ ന്യൂസ്, ഓരോ പൊളിറ്റിക്കൽ ലീഡറുടെ അവരുടേതായിട്ടുള്ള കമന്റ്സ്. ഇത് മനസ്സിലായോ? എഗ്രി ചെയ്യുന്നുണ്ട് ഇട്ടെ. ഞാൻ ഈ പറഞ്ഞ റിയൽ എക്സാമ്പിൾ ആണ്. ഇട്ടെ നല്ലൊരു ശതമാനം പേരും രാഷ്ട്രീയം, എനിക്ക് രാഷ്ട്രീയത്തിലൊന്നും താല്പര്യം ഇല്ല കേട്ടാ, താനൊക്കെ രാഷ്ട്രീയം താൻ എന്തോന്ന് താൻ തറയാണ്. അതാണ് ഒരു ആറ്റിറ്റ്യൂഡ്. ഞാൻ രാഷ്ട്രീയത്തിൽ വല്ലതും പറയാണ്, താൻ തറയാണ്, രാഷ്ട്രീയമൊക്കെയാണ് ചിത്തിന്. നമ്മുടെ ജീവിതം കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നത് പൊളിറ്റീഷ്യൻസ് ആണ്. ഈ മനോരഞ്ജിയുടെ ജീവിതമാണെങ്കിലും ശൈലജയുടെ ആണെങ്കിലും എല്ലാവരുടെയും ജീവിതം കൺട്രോൾ ചെയ്യുന്നത് രാഷ്ട്രീയക്കാരനാണ്. അധികാരത്തിൽ വന്നതിന് ശേഷം അവരാണ് തീരുമാനിക്കുന്നത്. ഇൻകം ടാക്സിന്റെ സ്ലാബ് 3 ലക്ഷത്തിന് 12 ലക്ഷം ആക്കിയില്ലേ? അപ്പൊ നിങ്ങൾക്ക് എത്ര സേവിങ്സ് വരുന്നു? ആരാണ് തീരുമാനിക്കുന്നത്? ഭഗവാനാണോ? രാഷ്ട്രീയക്കാരനാണ്. വന്ദേ ഭാരത് എക്സ്പ്രസും ഇത്രയും കൂടുതൽ വരുന്ന ആരാണ് തീരുമാനിക്കുന്നത്? അത് കട്ടുമോടിച്ച് വേറെ പാക്കേജ് ഇട്ട് കഴിഞ്ഞാൽ ഒരു വന്ദേ ഭാരത് വരത്തില്ല, കിന്തേ ഭാരത് വരത്തില്ല.
ശരിയല്ലേ? 10 കോടി കക്കൂസ് കിട്ടി കൊടുക്കുമ്പോൾ പറമ്പിൽ ചെന്ന് ഓപ്പണായിട്ട് ചെന്ന് വിളക്കിറങ്ങിക്കൊണ്ടിരുന്ന കക്ഷികള്, നല്ല മലയാളത്തിൽ പറഞ്ഞാൽ തൂറിക്കൊണ്ടിരുന്നവര്, പറമ്പിൽ ചെന്ന് തൂറി. അതിൽ ആ രാത്രിയിലും പകലും ഇരുട്ടത്ത് കഴിഞ്ഞ് പെണ്ണുങ്ങൾ തൂറാൻ പോയി. പാമ്പവിടെ ഉണ്ട്. പാമ്പങ്ങ് കൊത്തി എത്രയെണ്ണം മരിക്കുന്നുണ്ട് ഓരോ കൊല്ലവും. അപ്പൊ അതെല്ലാം നിർത്തിയത് ആരാണ്? ശരിയായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരൻ, ചിന്തിക്കാൻ കഴിവുള്ള ഒരാൾ വരുമ്പോഴാണ്. ഇത് ക്ലിയർ ആയോ? എഗ്രി ചെയ്യുന്നുണ്ടോ? ഇത്രയും പറഞ്ഞത്. ജൻധൻ ബാങ്ക് അക്കൗണ്ട് വന്ന കാരണം എന്തായി? മറ്റേ അവിടെ നിന്ന് പൈസ വെച്ച് കഴിഞ്ഞാൽ തഹസിൽദാരുടെ അവിടെ ഓഫീസിൽ കയറി ഇറങ്ങി 5000 രൂപ കിട്ടണമെങ്കിൽ അയാൾക്ക് ഒരു 500 രൂപ കൊടുത്തിട്ട് 4500 രൂപ കിട്ടും. ഇപ്പോഴതൊന്നും ഇല്ലല്ലോ. ഡയറക്റ്റായിട്ട് അടുത്ത ദിവസം കൈ വരികയല്ലേ. ജൻധൻ ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയത് ആര്? ഇതൊന്നും നമ്മുടെ പ്രബുദ്ധ മലയാളിയുടെ തലയിൽ കയറത്തില്ല. ഇതൊരു ഫാക്ട് പറഞ്ഞാൽ എന്നെ സംഖ്യയാണെന്ന് വിളിക്കുകയും ചെയ്യും. വിളിച്ചോ, അങ്ങനെ വിളിച്ച് നിങ്ങൾക്ക് ഒരു ചെറിയ സന്തോഷം കിട്ടാൻ സന്തോഷം ആയിക്കോട്ടെ. ഞാൻ ഒരു സംഖ്യയല്ല, മങ്കിയല്ല, പിങ്കിയല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ രാജ്യത്തിന്റെ ഇന്നത്തെ ഇക്കോണമിയുടെ ആദ്യത്തെ നല്ല ഫൗണ്ടേഷൻ ശരിക്കും ഇട്ടത് ആരാണ്? രാജീവ് ഗാന്ധിയാണ്. ഞാൻ സംഖ്യയാണെന്ന് ഞാൻ രാജീവ് ഗാന്ധിയെ പ്രശംസിക്കൂ. രാജീവ് ഗാന്ധിയാണ് കമ്പ്യൂട്ടർ വൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ട് എല്ലാം ഇറങ്ങി തിരിച്ചത്. ടെലിഫോൺ, ടെലികോം, STD ബൂത്ത്, ISD ബൂത്ത് എല്ലാം ഇതെല്ലാം ചെയ്തത് രാജീവ് ഗാന്ധിയാണ്. അങ്ങനെ പലരും നല്ല കഴിവുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു. അവര് വരുമ്പോഴേ നാട് നന്നാകത്തുള്ളൂ. എഗ്രി ചെയ്യട്ടെ, എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ. സോ അത് കാരണം പെട്ടെന്ന് കയറി എല്ലാവരും ഒരിക്കൽ എവിടെയെങ്കിലും മോഡിയെ കുറിച്ച് BJP കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ സംഖ്യ എന്ന് പറഞ്ഞ് ഒന്ന് ആക്ഷേപിക്കാനാണ്, അധിക്ഷേപിക്കാനാണ് എല്ലാവരും കച്ചകെട്ടി ഇറങ്ങുന്നത്. 12 ലക്ഷം കൂടി കുറെ പൈസ ലാഭിക്കുന്നുണ്ട്. ഇൻകം ടാക്സ് കുറവാണ്, എന്നാലും അതിന് ക്രെഡിറ്റ് ഒന്നുമില്ല. അതിന് ക്രെഡിറ്റ് ഇല്ല. നമുക്ക് ഭാവി പ്രധാനമന്ത്രി ആകാനായിട്ട് 20 സീറ്റിലെ 19 സീറ്റ് നമ്മൾ ഒരു സീറ്റ് കഷ്ടിച്ച് മറ്റേ സുരേഷ് ഗോപി കൊടുത്ത, അതിന് മുമ്പ് കൊടുക്കത്തില്ല. ഈ ശ്രീധരനെ നമ്മൾ തോപ്പിക്കും, മെട്രോമാൻ. എന്താണ്? അയാൾ സംഖ്യയാണ്. തീർന്നില്ലേ? അവിടെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നടക്കുന്നത്. സംഖ്യ തോപ്പിച്ചു. ആ രാഹുൽ മാങ്കൂട്ടത്തിൽ അതേ പാലക്കാട് നിന്ന് ജയിപ്പിച്ച അവസാനം രാഹുൽ മാങ്കൂട്ടത്തില് സൗകര്യമായല്ലോ, സുഖമായല്ലോ. ലേൺ ടു ആസ്ക് വൈ ആൻഡ് വൈ നോട്ട്. വൈ മാത്രമല്ല, ഞാൻ ഏറ്റവും എന്റെ കൂടുതൽ എന്ന് പറയാം, വൈ നോട്ട് ഞാൻ ചോദിക്കും. എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്ത് കൂടാ? അല്ല, നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലെ, ഇല്ല, ഇങ്ങനെ ചെയ്താൽ എന്ത് ശരിയാകത്തില്ല. ഈ വയനാട് ചോദിക്കത്തില്ല. ഞാൻ തന്നെ വയനാട്ടിൽ എന്തൊക്കെ ചെയ്യുന്നത് ഒന്ന് കുക്കിങ്ങിന്, ഇപ്പൊ പെണ്ണുങ്ങൾ ഇരിക്കുന്ന കുറെ പേർക്ക് കുക്കിങ്ങിന് പറഞ്ഞ അവർക്ക് ഇത് ചെയ്യും. പുട്ട് എല്ലാം ഉണ്ടായിരുന്ന അരിമാവ് അല്ലെങ്കിൽ ഗോതമ്പ് മാവ്. ശരിയല്ലേ? അരി, ഗോതമ്പ് മാവ്. ഞാൻ ആലോചിച്ചു, എന്തിന് അരിയും ഗോതമ്പ് മാവും മാത്രം? വയനാട്ടിലെ ട്രൈ വേറെ ഫ്ലവർ. ഇവിടെ മാൾട്ടിന്റെ കിട്ടും, വേറെ റൈ ഫ്ലവർ കിട്ടും, ഈ ഓട്സിന്റെ ഫ്ലവർ കിട്ടും. എന്തുകൊണ്ടത്? ശരി, അതിന്റെ കൂടെ എന്തുകൊണ്ട് ബ്രാൻ ഇവിടെ തവിട് കിട്ടും. തവിടും കൂടെ ചേർത്തൊന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ കാലറി കുറയും. സ്റ്റൊമക്ക് ഫിൽഡ് ആവും. ആൻഡ് ഫൈബർ ഉണ്ട്. അതുകൊണ്ട് ദിവസം വെളിക്കിറങ്ങാനായിട്ട് എളുപ്പമായിട്ട് വരും. അതുകൊണ്ട് ഞാൻ ബ്രാനും ഇതെല്ലാം മിക്സ് ചെയ്ത് പുട്ടുണ്ടാക്കി ഉഗ്രൻ നന്നായിട്ടുണ്ട്. ചെലവും കുറവും, കഴിക്കുന്നുണ്ട്. വൈ നോട്ട്? ഇത് ഞാൻ ചെയ്തതിന് ശേഷം ഞാൻ ഒന്നിന്റെ അടുത്ത് ചുമ്മാതെ ഞാൻ ചോദിച്ചു, ഈ നമ്മുടെ പുട്ടുണ്ടാക്കുമ്പോഴേ ഈ തവിട് വെച്ച് പുട്ട് ശരിയാത്തില്ല. ഈ വയനാട്ടില്ല, അവര് ആലോചിക്കുന്നില്ല. ദാറ്റ്സ് എ പ്രോബ്ലം. ഇതുപോലെ 100 കണക്കിന് എക്സാമ്പിൾസ് ഉണ്ട്. സമയപരിമിതി കാരണം ഒരെണ്ണം മാത്രം പറഞ്ഞു. ഇറ്റ് ടേക്സ് ആസ്കിംഗ് മെനി ക്വസ്റ്റ്യൻസ് ഫ്രം മെനി പെർസ്പെക്ടീവ്സ് ടു ട്രൂലി അണ്ടർസ്റ്റാൻഡ് സംതിങ്. പല ആംഗിളിൽ നിന്ന് ഒരു ഇതിനെ ചോദിക്കണം. ചോദിച്ചു വെച്ചപ്പോൾ പിടികിട്ടത്തുള്ളൂ ക്രിസ്റ്റലായിട്ട്. യു വിൽ ആസ്ക് ക്വസ്റ്റ്യൻസ് only if you are aware of your own ignorance. Ignorance about one's own ignorance is the worst form of ignorance. എനിക്ക് അറിഞ്ഞുകൂടാന്നുള്ളതിന് എനിക്ക് അറിയാവുന്നുണ്ടെങ്കിലേ വല്ലതും ചോദിക്കത്തുള്ളൂ. ഇത് ഒരു MA കിട്ടി, ഒരു MSc കിട്ടി, ഒരു PhD എല്ലാം അറിയാം. പിന്നെ ഇനി ഒന്നും അറിയാനില്ല ലോകത്ത്. ശരിയല്ലേ മനോഹരൻജി? ഒരുപാട് പേരുടെ ആറ്റിറ്റ്യൂഡ് അല്ലേ? ഒരു പ്രൊഫസർ, ഇംഗ്ലീഷ് പ്രൊഫസർ, HODക്കുള്ള ആൾ, ഞാൻ പേര് പറയുന്നില്ല, എന്തൊക്കെയാണ് ഒരു പ്രസംഗം പറഞ്ഞത്. ഇംഗ്ലീഷ് നേരെ സംസാരിക്കാൻ പോലും അറിഞ്ഞൂടാ.
പക്ഷേ ഇംഗ്ലീഷ് പ്രൊഫസറാണ്, എല്ലാം അറിയാം. MPhil ഉണ്ട്, PhD ഉണ്ട്. Wherever I go, I take my home, I carry my home in my head. ഇതാണ്, എല്ലാം അറിയാം. ഇംഗ്ലീഷ് അങ്ങ് കലക്കി 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 കുടിച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും? അതാണ് പ്രശ്നം. ശൈലജാജി ചിരിച്ചു, അവന് സന്തോഷം. എനിക്ക് യു ക്രിയേറ്റ് യുവർ ഓപ്പർച്യൂണിറ്റീസ് ബൈ ആസ്കിംഗ് ഫോർ ദം. I am just a child, was never grown up. I still keep asking these how and why questions. Stephen Hawking കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം. അങ്ങനെ ഒരു 40 കൊല്ലത്തോളം കംപ്ലീറ്റ്ലി ഡിസേബിൾഡ് ആയിട്ട് ഒരു 10-25 മിനിറ്റ് സംസാരിക്കാൻ പോലും പറ്റത്തില്ല. വേറെ മെഷീൻ വെച്ചാണ് സംസാരിക്കുന്നത്. ബട്ട് ഹി വാസ് ഓൾവേസ് ആക്റ്റീവ്. ഹിസ്റ്ററി ഓഫ് ടൈം, ബ്ലാക്ക് ഹോൾ, ഇങ്ങനെ പലത് വെച്ച ഫിസിസിസ്റ്റ് ആണ്. 21ാമത്തെ വയസ്സിൽ തന്നെ പറഞ്ഞു ഇനി ഒരു 4-5 കൊല്ലം ജീവിച്ചിരിക്കത്തുള്ളൂ. അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലെറോസിസ് വന്നതാണ്. അങ്ങനെ നിരാശായിട്ടില്ല. ഹി ലിവ്ഡ് അടുത്ത 40-45 കൊല്ലം ജീവിച്ചിരുന്നു. ഇൻക്വിസിറ്റീവ്, ക്യൂരിയോസിറ്റി, ആ മൈൻഡ്. Don't be afraid to ask for help. Asking for help is not a sign of weakness. It is a sign of strength. Going online and asking questions is the best way to learn. ഇന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സൗകര്യമാണ്, എല്ലാവർക്കും പിള്ളേർക്കെല്ലാം. പണ്ടൊക്കെ ആണെങ്കിൽ ഒരു ലൈബ്രറി പോകണം, അല്ലെങ്കിൽ ബുക്ക് വാങ്ങിക്കണം, എന്തൊരു പ്രയാസമാണ്. ഇന്ന് 24 മണിക്കൂറും വേൾഡ് ലൈബ്രറി ഈസ് ഓപ്പൺ. ഗൂഗിളിൽ റൈറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ഉത്തരം കിട്ടും, നോളജ് എക്സ്പാൻഡ് ചെയ്യുക. You have to ask us, and in my opinion, the world's most powerful and neglected secret to success and happiness. ചോദിക്കാത്തതാണ് ഏറ്റവും വലിയ കുഴപ്പം. Doctors and lawyers must ask right questions to understand the reasons behind the complaints. They must ask right questions to find the root cause. അന്ന് നേരത്തെ ഞാൻ പറഞ്ഞു ഉറക്കം വരാത്തതിന്. ഈ വ്യാഴാഴ്ച മറ്റന്നാളുള്ള ടോക്കാണ് എസ്കേപ്പ് ഫ്രം മെന്റൽ ഹെൽത്ത്. എനഫ് ഇസ് എനഫ്. നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ പറഞ്ഞവരാണ് ഉള്ളൂർ. ഇന്ന് ദുരിതം അനുഭവിക്കുന്നവർ നല്ലൊരു ശതമാനവും അവർ തന്നെ വരുത്തി വെക്കുന്നതാണ്. അതിൽ തന്നെ നിന്ന് വീണ്ടും വീണ്ടും കഷ്ടപ്പെടുന്ന അല്ലാതെ വേറെ ഒന്നും ചെയ്യുന്നില്ല. ടോക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? 5 സ്റ്റാർ കൊടുക്കുമോ? റേറ്റിംഗ് ഉണ്ടെങ്കിൽ ഒരു 5 ഇട്ടേ നമ്പർ. ഇന്നത്തെ ഈ ടോക്ക് 5 സ്റ്റാർ ആണെന്നെങ്കിൽ ആ ചാറ്റ് ബോക്സിൽ ഒരു 5 ഇട്ടേ, കാണട്ടെ എത്ര പേർക്കാണ് പിശുക്കുള്ളതെന്നൊക്കെ. പിശുക്കുള്ളവർ ഒന്നും ഇടത്തില്ല, പറയണ ഒന്നും മിണ്ടത്തില്ല. ഞാൻ അവരെ വന്ന് വാ തുറന്ന് അവരെ കൊണ്ട് പറയിക്കണം. ഇവിടെ കുറെ പേര് ഇരിപ്പുണ്ട്, ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. ഇതാണ്, ഇതുകൊണ്ട് ഒരു കാര്യമില്ല. ഒരു ഇന്ററാക്റ്റീവ് സെഷൻ മനോഹരൻ ജി, ഓക്കെ. ഇത് അങ്ങനെ സനൽകുമാർ ജി 5, ഗുഡ്, താങ്ക് യു. ഇനി കഷ്ടിച്ച് നമുക്ക് 1 മിനിറ്റേ ഉള്ളൂ. നമുക്ക് വിത്ത് യുവർ പെർമിഷൻ വി ക്യാൻ എക്സ്റ്റെൻഡ് ഇറ്റ് ഫോർ അനദർ 5 മിനിറ്റ്സ്. ഇതുപോലെ ഇതിന് ധൃതി പിടിച്ച് ഒന്നും ചെയ്യാനില്ലല്ലോ. ഇപ്പൊ ഓടിച്ചെന്ന് നിങ്ങൾ എന്താണ് അവിടുത്തെ നമ്മുടെ രാജ്യത്തിലെ കാര്യങ്ങളെല്ലാം SIR എല്ലാം തീരുമാനിക്കുന്നത് നിങ്ങളാണോ? കമ്മിറ്റി അർജന്റായിട്ടൊന്നും ഇല്ലല്ലോ. ഇത് കഴിഞ്ഞാൽ ഒന്ന് ചൊറിഞ്ഞോട്ട് കിടന്ന് ഉറങ്ങാനുള്ള സമയമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാം. ചോദിക്കൂ, സംശയങ്ങൾ ചോദിക്കൂ. ആസ്മി. ചോദിക്കുന്നതുകൊണ്ട് ഒന്നും സംഭവിക്കത്തില്ല, ആകാശം ഇടിഞ്ഞു വീഴത്തില്ല. ശൈലജ ഇതിന് ആദ്യം തുടങ്ങും. ഒരാൾ തുടങ്ങിയാലേ ബാക്കിയുള്ളവർ പിന്നെ എത്തും ആദ്യം. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ പാവം ചെയ്യാത്ത ആദ്യം കല്ലെറിയിട്ട്. ആരും കല്ലെറിഞ്ഞില്ല. ഒരാൾ കല്ലെറിഞ്ഞാൽ ബാക്കി എല്ലാവരും കല്ലെറിഞ്ഞാനെ. ചോദിക്കുന്നതിനെക്കാട്ടിയും പറയാനാണ് ഉള്ളത്. എന്തായാലും ഇന്നത്തെ ക്ലാസ് ഒരു എന്താണ് വിചാരിച്ച പോലെ തന്നെ വളരെ തമാശ രൂപത്തിൽ വളരെ നന്നായി സാറ് പ്രസന്റ് ചെയ്തു. അത് നമുക്ക് പല കാര്യങ്ങളും ഇതിൽ ജീവിതത്തിൽ ഉൾക്കൊള്ളാനുള്ള വകുപ്പുണ്ട് ഇന്നത്തെ ക്ലാസ്സിലെ. അപ്പോൾ അത് വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. പിന്നെ സംശയം പെട്ടെന്ന് ചോദിച്ചപ്പോ അങ്ങനെ ഓർക്കുന്നില്ല. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൊട്ടേഷൻ ഒന്ന് പറഞ്ഞേ. ഇപ്പൊ കുറെ കാണിച്ചു കൊട്ടേഷൻ, ഒരെണ്ണം പറഞ്ഞാൽ മതി. ഓർമ്മയിൽ വല്ലതും നിൽക്കുന്നു അറിയണ്ടേ. ഒന്നും ഓർക്കാൻ പറ്റുന്നില്ല, പോയി എല്ലാം പോയി. SSLC വരെ പഠിച്ചത് ഒന്നും ഓർക്കുന്നില്ല, അതുപോലെ ആയിപ്പോവും. ഒരെണ്ണം ഓർക്കുന്നുണ്ടോ? മനോഹരൻ ജി നിങ്ങളും പറയാ ഒരെണ്ണം. സനൽകുമാർ ഒരെണ്ണം. ഇന്നത്തേല് ജയചന്ദ്രൻ ജി ഒന്ന് ആലോചിക്കുക. ഒരെണ്ണം അല്ലെങ്കിൽ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്തത്, അത് ഉള്ളിൽ ചെന്ന് തറച്ചത് ഒരെണ്ണം പറഞ്ഞേ.
കണ്ടില്ലേ? പോയി ഇപ്പൊ തന്നെ മറന്നു. ടോക്ക് കഴിഞ്ഞ പോലും ഇല്ല, ടോക്ക് കഴിഞ്ഞില്ല, 1 മിനിറ്റ് പോലും ആയില്ല, മറന്ന്. ആ പുട്ട് ഗുഡ്. മുസാമിലജി, ഒരാൾക്കെങ്കിലും അത് ഓർമ്മ വന്നു ആ പുട്ടിന്റെ എക്സാമ്പിളിൽ കൂടെ. വൈ നോട്ട്? അതിന് മെയിൻ എന്താണ്? വൈ നോട്ട് ചോദിക്കണം. എന്തുകൊണ്ട് വേറെ രീതിയിൽ ചെയ്തു കൂടാ? അതാണ് വൈ നോട്ടിന്റെ. ഗുഡ്. ഓക്കെ, മുസാമിലിജി അത് ഓർക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ളവർ ആരെങ്കിലും? ഓക്കെ, മറിയാമ്മജി. വാട്ട്, വൈ, വെൻ, ഹൗ, വേർ, ഹു, ഇത്രയും ചോദിക്കണം. വെരി ഗുഡ്, താങ്ക് യു. അതെ, അതാണ് റഡ്യാർഡ് കിപ്ലിങ്ങിന്റെ. അത് എത്രയും ചോദിക്കണം. അതിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് എക്സാമ്പിളും പറയാം. ഒരു കല്യാണക്കുറിയൊക്കെ കണ്ടിട്ടുണ്ടോ ശൈലജി ആൻഡ് ഇവരൊക്കെ, മറിയാമ്മജി എല്ലാവരും? ഒരു വീട്ടിൽ വരുന്നു, ഒന്ന് നോക്കുന്നത് എന്ത്? ആദ്യം നമ്മളും ചോദിക്കുന്നതാണ് വാട്ട് ഈസ് ദിസ്? ഓടിയെന്ന് മാരേജ് ഇൻവിറ്റേഷൻ. ആ വാട്ടിന് ഉത്തരം കിട്ടി. അടുത്തത് ഹു, ആരാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്, ആര്? അപ്പൊ അതില് മറ്റേ ഗോപാലപിള്ളയുടെ മകൻ രമേശൻ, അപ്പുറത്ത് ഗോവിന്ദപിള്ളയുടെ മോള് പ്രീതയെ. ഓക്കെ, ഗോവിന്ദപിള്ളയും ഗോപാലും നമ്മുടെ ഫ്രണ്ട്സ് ആണ്, അറിയാം. അത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് അടുത്ത മാസം ജാനുവരി 7-ാം തീയതി എവിടെ വച്ച്? മറ്റേ കല്യാണ മണ്ഡപത്തില്, പഞ്ചഭൂത കല്യാണം. ഓക്കെ, അതെ. അവിടെ എങ്ങനെ എത്തും? ഒന്ന് മാപ്പ് ചിലപ്പോൾ കാണും, മറ്റേ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവിടെ പോകാനുള്ള മാപ്പ്. അവിടെ ഒരു ചോദ്യം മാത്രം ചോദിച്ചുകൂടാ, വൈ, എന്തിനു ഇവർ കല്യാണം കഴിക്കുന്നത്? അത് മാത്രം ചോദിക്കരുത് കേട്ടോ. അവിടെ വൈ ഒഴിച്ച് ബാക്കി എല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആവും. ഇപ്പൊ പിടികിട്ടിയോ? അങ്ങനെ പറഞ്ഞ 6 ഓണസ്റ്റ് മെന്നിൻ്റെത്. ഇതുപോലെയാണ് എല്ലാ കാര്യത്തിലും. വാട്ട്, വൈ, വെൻ, വേർ, ഹൗ. എന്റെ മകൻ ഒരെണ്ണം കൂടെ ആഡ് ചെയ്തു. എന്റെ മകൻ അവനെ ഇതേപോലെ പറയുക. ഞാൻ പറഞ്ഞു, അബ്ബ, that which is missing? What, when, why, who, how, where? What about which? WHICH. അത് പറഞ്ഞപ്പോ ശരിയാണ് കേട്ടോ, വിച്ച് ഇല്ല. ഇങ്ങനെ അപ്പൊ 7 എണ്ണം ഉണ്ട്. അപ്പൊ റഡ്യാർഡ് കിപ്ലിങ്ങിന് 6 ഇതേ ഉള്ളൂ. ഡോക്ടർ വേണുഗോപാൽ റെഡ്ഡിയാർക്ക് 7 എണ്ണം ഉണ്ട് കേട്ടോ. 7 ഹോണസ്റ്റ് മെൻ. ഓക്കെ, there are no further questions. നിങ്ങൾ ആലോചിക്കണം, ഈ വീഡിയോ ഒന്നും കൂടെ കാണണം. ഇപ്പൊ തന്നെ മറന്നു കഴിഞ്ഞു നിങ്ങൾ. ഓക്കെ, സോക്രട്ടീസ് വേ ഓഫ് ആസ്കിങ്. ഗുഡ്, സനൽകുമാർ. നിങ്ങൾ ഇപ്പോൾ തന്നെ മറന്നു കഴിഞ്ഞു. എന്റെ വീഡിയോ എടുത്തിട്ട് അതില് കണ്ണാടി, ഓക്കെ, എടുത്തിട്ട്, ഓക്കെ, ആ കണ്ണാടിയുടെ സ്റ്റോറി, ഞാൻ എന്റെ ഈ ടിൻഡർ ഗ്ലാസ് വാങ്ങിച്ചതിന്റെ സ്റ്റോറി കണ്ടില്ലേ? സ്റ്റോറി പറയുമ്പോൾ ഓർക്കുന്നുണ്ട്. ഇത് കാണണം. 1 മണിക്കൂറുണ്ട്, പക്ഷെ നിങ്ങൾ കംപ്ലീറ്റ് കാണണ്ട. നേരെ ഓരോ സ്ലൈഡായിട്ട് ജമ്പ് ചെയ്ത് സ്ലൈഡ് നോക്കി പോയാൽ മതി. അപ്പോഴത്തേക്കും ഓർമ്മയിൽ നിൽക്കും. അപ്ലൈ ചെയ്യണം നോളജ്. ഓക്കെ, ഹാപ്പി, ഗുഡ്, സനൽകുമാർ. അക്രോണിം, ദാറ്റ് ഈസ് ഹെൽപ്പ്, അഡ്വൈസ്, പെർമിഷൻ, ഇൻഫർമേഷൻ. ഒരു 30 സെക്കൻഡ് ആ പെർമിഷന്റെ കഥയും പറയാം. പെർമിഷൻ എങ്ങനെ ചോദിക്കണം എന്നുള്ളത്. ഞാനിവിടെ വർക്കുമ്പോൾ പേഷ്യൻസിന് സ്കെഡ്യൂൾ ഇരിക്കും. ഒരു രാവിലെ 8 മുതൽ 3 മണി വരെയാണ് പേഷ്യന്റ് സ്കെഡ്യൂൾ ചെയ്യുന്നത്. ലാസ്റ്റ് പേഷ്യന്റ് 3 മണിക്കാണ്. 3:30 മുതൽ 4:30 വരെ അഡ്മിനിസ്ട്രേറ്റീവ് ടൈമാണ്. പേപ്പർ വർക്ക് എല്ലാം ചെയ്യണം. വെച്ചാൽ പേഷ്യന്റ് ഒന്നും ഇല്ല, അഡ്മിനിസ്ട്രേറ്റീവ് ടൈമാണ്. ആ സമയത്ത് വേറെ എന്തെങ്കിലും എന്ന് വെച്ചാൽ എനിക്ക് ചിലപ്പോൾ ഒരു ഡെന്റൽ അപ്പോയിന്റ്മെന്റ്, റെഗുലർ ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ്, അത് ഒരു 4 മണിക്കായിരിക്കും അപ്പോയിന്റ്മെന്റ് ഡെന്റൽ ക്ലിനിക്കിൽ. അപ്പൊ അവിടെ ഞാൻ ഒരു 3:30 തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി പോയാലേ അവിടെ എത്താൻ പറ്റത്തുള്ളൂ. എന്റെ ക്ലിനിക്ക് ടൈം 4:30 വരെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്, റൈറ്റ് വേ. എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഡോക്ടർ, എന്റെ അടുത്തുള്ള ഒരാൾ, മറ്റേ എന്താണ്, ഡോക്ടർ കമത്ത്, പുള്ളിക്കാരൻ ഇന്ത്യനാണ്. പുള്ളിക്കാരൻ പറഞ്ഞു, റാം, പുള്ളിയുടെ ഫസ്റ്റ് നെയിം റാം എന്നാണ്. റാം, ഐ നീഡ് എ സ്മാൾ ഹെൽപ്പ്. അപ്പൊ എന്താണ്? ആസ്ക് ഫോർ help. Hey, I have to go for my dental this one, so I'll be away. And during that time, that 1 hour, if any patient related issues come up, my patient related,
or if my nurses in the team nurses they want something, is it okay if they approach you? Will it be possible for you to cover for me? നടക്കത്തില്ല മിക്കപ്പോഴും ഒന്നും സംഭവിക്കത്തില്ല, എന്നാലും ഒരു ബാക്കപ്പിന് വേണ്ടിയിട്ട് ഇൻ കേസ് നോ പ്രോബ്ലം. അപ്പൊ അങ്ങനെ എഗ്രി ചെയ്തു. എന്നിട്ട് ഞാൻ എൻ്റെ സൂപ്പർവൈസർക്ക് പോകും, പെർമിഷൻ വാങ്ങിക്കണം. നമ്മൾ പോകുന്നതിന് സൂപ്പർവൈസർ എന്ന് പറയും, I have a dentist appointment at 4 o'clock. So I need to leave at 3:30 and I have requested Dr. Kamath and he said that he will cover for me. അപ്പോൾ ഒരു പെർമിഷൻ തരുമോ ഇല്ലയോ? തരും. പിടിയോ? The way you ask for the permission കിട്ടും. അതല്ല ഒന്നും ചെയ്യാതെ നേരെ ചെന്നിട്ട് I have dentist appointment, I have to go by what about your patients? I don't think that anybody will come after that. No, തരത്തില്ല. When you ask for a permission also, you have to think and make sure that അവർ നോ പറയത്തില്ല എന്നുള്ളത്. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ഓക്കെ സാറേ. അപ്പോ നമ്മുടെ ഇന്നത്തെ മലയാളം സെഷൻ ഇവിടെ അവസാനിപ്പിക്കുവാൻ സമയമായി. 6 മിനിറ്റ് അധികവുമായി. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു ഇന്ന്. ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നല്ലൊരു ക്ലാസ് എടുത്ത സാറിന് നന്ദി പറയുന്നതിന് വേണ്ടി മറിയാമ്മ ഡോക്ടറെ ക്ഷണിക്കും. പതിവ് പോലെ ജീവിത വിജയത്തിന് സ്വീകരിക്കേണ്ട കാര്യങ്ങളെ വളരെ സരസമായി അവതരിപ്പിക്കുന്ന സാറിന്റെ ക്ലാസ്സിനെ അനുമോദിക്കുകയാണ്. ചോദിച്ച് ജീവിക്കാൻ പഠിക്കണമെന്ന് എന്ന ക്ലാസ്സിലൂടെ ചോദിക്കാനുള്ള മടി മാറ്റി വെക്കണമെന്ന തീരുമാനം എടുക്കുകയാണ്. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. ഇത്രയും നല്ല രീതിയിൽ നൽകുന്ന ക്ലാസ്സുകൾക്ക് സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. വീണ്ടും നല്ല നല്ല ക്ലാസ്സുകളുമായിട്ട് വരണമെന്ന് അപേക്ഷിക്കുകയും കൂടി ചെയ്യുന്നു. നന്ദി സാർ. ഓക്കെ, താങ്ക് യു. ഓക്കെ, മറിയാമ്മ ഡോക്ടർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എന്തായാലും ഇനിയും ഇതുപോലുള്ള ക്ലാസ്സുകളുമായിട്ട് വരണമെന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ആവശ്യം. ഇന്നത്തെ മലയാളം സെഷൻ നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. നമസ്കാരം. ഗുഡ് നൈറ്റ്. സാറാണ് ഹോസ്റ്റ് കേട്ടാ. സാറ് എൻഡ് ചെയ്താൽ മതിയോ? ഓക്കെ.